Good morning to all of you. As usual, എല്ലാവർക്കും അറിയാം ഫ്രൈഡേ എന്ന് പറയുന്നത് നമ്മൾ ഒരു മോട്ടിവേഷൻ ക്ലാസിന്റെ ദിവസമാണ്. ആൻഡ് ലൈക്ക് ദ ഐഡിയ ഓഫ് ഹാവിങ്, അത് പിന്നെയും ഞാൻ ഈ പുതിയ കാൻഡിഡേറ്റ്സിന് വേണ്ടി പറയാണ്, ദ ഐഡിയ ഓഫ് ഹാവിങ് ദിസ് മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ എവ്രിബഡി, ഇവിടെ ഉള്ള ഒരുപാട് പേര് വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരുണ്ട്, വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരുണ്ട്. ബട്ട് ട്രെയിനിങ് എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഡെയിലി ഇഫ് വി ഒരു പോയിന്റ് നമുക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. സോ വി ഹാവ് ടു കീപ് ഓൺ ലേണിംഗ്. ഈ ലേണിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വി ഹാവ് മെനി പ്രൊഫഷണൽസ് ഫ്രം ദ ഇൻഡസ്ട്രി ഹു ഹാവ് ഗോട്ട് വെരി ഗുഡ് എക്സ്പീരിയൻസ് ഇൻ ദ ഇൻഡസ്ട്രി, നോട്ട് ഓൺലി ഇൻ ദ ഇൻഡസ്ട്രി, അവരുടെ ആ ഫീൽഡിൽ. സോ അങ്ങനത്തെ എക്സ്പേർട്സിനാണ് നമ്മൾ ഈ മോട്ടിവേഷൻ ക്ലാസ്സിൽ നമ്മൾ വിളിക്കുന്നത്. സോ ടുഡേ ഐ എം വെരി പ്രൗഡ് ആൻഡ് പ്രിവിലേജ്ഡ് ടു വെൽക്കം ബിനു കുര്യൻ സർ. ബിനു കുര്യൻ സാർ നമ്മള് ഈ ക്ലാസ്സിൽ അറിയപ്പെടുന്ന ഒരു സാറാണ്. ബിക്കോസ് ലാസ്റ്റ് ബാച്ചിന് തന്നെ സാർ ഒരുപാട് സെഷൻസ് എടുത്തിട്ടുണ്ട്. ബിനു കുര്യൻ സാറിന്റെ അടുത്ത് പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് ബേസിക്കലി ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊഫഷണൽ, പ്ലസ് ഹീസ് എന്താ പറഞ്ഞ സൈക്കോമെട്രിക് അനാലിസ്റ്റ് ആണ്. ആൻഡ് സാറിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ സാർ കുവൈറ്റ് എയർവേസിലെ ക്യാബിൻ ക്രൂ വെച്ച് എന്താ പറയുക കരിയർ തുടങ്ങി ഒരുപാട് ഹോട്ടൽസ്, ലീല, ITC അവിടെയെല്ലാം വർക്ക് ചെയ്ത് ഹോട്ടൽ ഇൻഡസ്ട്രി ഇൻ ആൻഡ് ഔട്ട് കഴിഞ്ഞ 28 ഇയേഴ്സ് ആയിട്ട് ഇൻ ആൻഡ് ഔട്ട് അറിയുന്ന ഒരു പേഴ്സൺ ആണ്. ആൻഡ് ഹീസ് ഇൻ ടു ട്രെയിനിങ് ഫോർ, ഇപ്പോഴും കണ്ടിന്യൂസ്ലി ട്രെയിനിങ് ഫോർ വേരിയസ് ഹോട്ടൽസ്, പ്രീ ഓപ്പണിംഗ് ഹോട്ടൽസ് എല്ലാം. അപ്പൊ നമുക്ക് എന്താ പറയുക ഒരു ഇൻപുട്ട് ഓക്കെ ഫ്രം സച്ച് പീപ്പിൾ വിൽ ഷുവർലി ബി ഹെൽപ്ഫുൾ. ആൻഡ് സാർ ചൂസ് ചെയ്തിരിക്കുന്ന ടോപ്പിക്കും അതാണ്. മീൻസ് നമുക്ക് എന്താ പറയുക എത്ര നമ്മൾ ഗ്രോ ചെയ്താലും നമ്മൾ ബേസിക്സ് സ്ട്രോങ് ആയിരിക്കണം. സോ ദ ബേസിക് ക്വാളിറ്റി ഓഫ് എ ഹോട്ടലിയർ എന്ന് പറഞ്ഞാൽ നമ്മളെ ആറ്റിറ്റ്യൂഡ് ആണ്. അതിന്റെ അഗെയിൻസ്റ്റ് ആണ് എല്ലാം റിവോൾവ് ചെയ്യുന്നത്. സോ ആ ടോപ്പിക്, യു ഹവ് സീൻ ടുഡേസ് ടോപ്പിക്, ഞാൻ ഇന്നലെ വാട്സാപ്പിൽ അയച്ചിട്ടുള്ള പോലെ റൊമാൻസിങ് വിത്ത് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, അതാണ് ടോപ്പിക്. So without wasting much time, I'd like to welcome Binu sir. Binu sir, welcome to the class. Thank you for again agreeing to take the class. Okay. So I hand it over to you, sir. Welcome. Okay, thank you, Kiran. Thanks a lot for your wonderful introduction. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കിരൺ പറഞ്ഞ കൂട്ടത്തിൽ ഞാനൊരു 30 years ആയിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. പല മേഖലകളിലായിട്ട് ഹോസ്പിറ്റാലിറ്റിയാണ് എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ. അപ്പൊ ഞാൻ ഈ പ്രോഗ്രാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റൊമാൻസിങ് ദ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. അത് വളരെയധികം എനിക്കും കുറച്ച് മോട്ടിവേഷനായി. യുനോ മറ്റു പലർക്കും മോട്ടിവേഷൻ ആയിരുന്നു. വളരെ സന്തോഷിക്കുന്നു. ബിക്കോസ് ഞാൻ ഗ്രാജുവേഷൻ സെറമണിയിൽ കണ്ട 2-3 പേര് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്ത് പറ്റുമെന്ന് പറയും, സർ ദ പ്രോഗ്രാം വാസ് നൈസ്. അപ്പൊ ഇതിനകത്ത് ഞാൻ പറയാം, അപ്പൊ ഞാനതൊരു ഇച്ചിരി ട്വീക്ക് ചെയ്തു. ഇപ്പൊ ഞാനൊരു സീരീസ് ഓഫ് ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരു വർഷത്തിലായി, നിങ്ങൾക്ക് മാത്രമല്ല, അപ്പൊ ഞാനൊരു ഐ ആം എ ഹോസ്പിറ്റാലിറ്റി പ്രൊഫഷണൽ എന്ന് പറഞ്ഞൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ടോപ്പിക് നമ്മൾ എടുക്കുന്ന റൊമാൻസിങ് ഇൻ ആറ്റിറ്റ്യൂഡ്. അതിന് എഫക്കച്ചയുടെയും കൂടെ ഒരു താങ്ക്സ് എനിക്ക് പറയണം, കിരണിനോട്. ഒരു ഇങ്ങനെ ഒരു മോഡ്യൂൾ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം. ബിക്കോസ് എൻ്റെ ഉണ്ട് ആറ്റിറ്റ്യൂഡ് നമ്മൾ എപ്പോഴും എടുക്കുന്നതാണ്. അപ്പം ഇപ്പൊ ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റാലിറ്റി പ്രൊഫഷണലെ എങ്ങനെ വാർത്തെടുക്കാം എന്നൊരു സീരീസിന്റെ സ്റ്റാർട്ടിന്റെ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുന്നതാണ് റൊമാൻസിങ് ദ ആറ്റിറ്റ്യൂഡ്. അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിന് ഇനിയിപ്പം കിരൺ എഫക്കച്ചയൊക്കെ പ്രോഗ്രാംസ് റെഗുലർ ആയിട്ട് കണ്ടിട്ട് വന്നാൽ ഇതിന്റെ ഒരു സീരിയസ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആയിരിക്കും നമ്മൾ ഇനി പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഓക്കെ, അതാണ് എന്റെ ഉദ്ദേശം. കിരൺ ഞാൻ അങ്ങ് ഓപ്പൺ ആയിട്ട് പറഞ്ഞു നിങ്ങളും. നിങ്ങൾക്ക് എന്റെ മോഹൻ ചിലപ്പോൾ പരിചിതമായിരിക്കും. ഞാൻ ട്രെയിനിങ്ങിന് കൂടാതെ തന്നെ ഒരു ഫുഡ് ബ്ലോഗിങ്, ഒരു ട്രാവൽ ബ്ലോഗിങ് ചെയ്യുന്നുണ്ട്. ചായ കുക്കിംഗ് ചാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ചില ഹോട്ടൽസിലൊക്കെ എന്നെ കണ്ടു കാണാൻ പരിചയം ഉണ്ടായിരിക്കാം, അറിയില്ല. ചെറിയൊരു പ്രസ്ഥാനമാണ് അത്. അങ്ങനെ 2 വേർട്ടിക്കൽസ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് സംസാരിക്കുന്നത്. നിങ്ങളെ ഓരോരുത്തരും ഇപ്പം വളരെ പരിമിതമായ സമയമാണ് എഫക്കച്ച് കിരൺ എനിക്ക് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നേരിട്ട് എല്ലാവരും ഒന്ന് പരിചയപ്പെടാൻ പോലും സൗകര്യമില്ല. എന്നാലും ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് മ്യൂട്ടിലിരിക്കുക. സംസാരിക്കുന്നവർക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കണം. അപ്പൊ എല്ലാവരും അൺമ്യൂട്ട് ആണെങ്കിൽ ചിലപ്പോൾ ശബ്ദങ്ങൾ, പുറത്തുനിന്നുള്ള ശബ്ദങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പക്ഷെ ചോദിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ ഉത്തരം പറയണം, അല്ലെങ്കിൽ 1 way ട്രാഫിക് ആവും. ഓക്കെ, അഗ്രിബിൾ അല്ലേ? എല്ലാവരും അഗ്രിബിൾ അല്ലേ? അപ്പോ സോ ദാറ്റ്സ് വെരി നൈസ്. അപ്പം നിങ്ങൾക്ക് ശബ്ദമില്ലാത്ത സ്ഥലത്താണെങ്കിൽ നിങ്ങൾ യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് കീപ്, നോട്ട് എ പ്രോബ്ലം. മറ്റവർക്ക് ഡിസ്റ്റർബൻസ് നിങ്ങൾക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ക്ലാസ്സിൽ ഞാൻ ചോദിക്കുന്നതിനൊക്കെ ഇച്ചിരി പാർട്ടിസിപ്പേറ്ററി മൂഡിൽ പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. അതാണ് എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. So thank you very much one and all for joining on time. This is very interesting because basically
മെനി ഇങ്ങനെ ഓൺലൈൻ പ്രോഗ്രാം എന്ന് വെച്ചാൽ നമ്മൾ വന്നിരുന്നിട്ട് കുറെ സമയം കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവർ ജോയിൻ ചെയ്യണം. ബട്ട് ടുഡേ ഐ വാസ് സോ ഹാപ്പി ടു സീ ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് കം ആൻഡ് ജോയിൻ. നമ്മൾ മലയാളത്തിൽ തന്നെ സംസാരിക്കുക, ഇടയ്ക്ക് എന്റെ ഇംഗ്ലീഷ് വരും, അത് ക്ഷമിക്കുക, അങ്ങനെ ഒരു ഓട്ടോമാറ്റഡ് ആയിട്ട് വരുന്ന സാധനമാണ്. എന്നാലും കൂടുതൽ മലയാളത്തിൽ തന്നെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഓൾറൈറ്റ്. അപ്പം പിന്നെ ബാൻഡ് വിത്ത് നല്ല സ്ഥലത്തൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഒന്ന് സ്ക്രീനിൽ വന്നാലും വളരെ നന്നായിരിക്കും. കാരണം വെച്ചാല് ഈ വെറുതെ ഈ പേരുകളിൽ മാത്രം സംസാരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി വേണം, എനിക്കൊരു ഐഡന്റിറ്റി വേണം, അല്ലെ? അപ്പം പറ്റുമെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്നത്, അല്ലെങ്കിൽ മുഴുവനായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊള്ളാം. ഈ ഞാൻ സമുദ്ര ഹോട്ടൽ കാണുന്നുണ്ട്. അത് തിരുവനന്തപുരം കോവളം സമുദ്രയാണോ അതോ ഉദയ സമുദ്രയാണോ, ഏതാണ്? ശ്രീകണ്ഠാപുര സമുദ്ര സർ, കണ്ണൂർ. കണ്ണൂർ ആനിയാമ ശ്രീ സമുദ്ര എന്ന് പറയുന്നത് അതാണോ? അതെ. ഓക്കെ, ശരി. ട്രിവാൻഡ്രത്തുള്ള ഓക്കെ. അപ്പം ശരി, ഗ്രേറ്റ്. അപ്പൊ ഞാൻ പതുക്കെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഉള്ളവരെ ഇപ്പൊ സംസാരിക്കാൻ ഇപ്പൊ പറഞ്ഞ ആളൊക്കെ ഒന്ന് ചെറിയൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാനൊന്ന് പറയുന്ന ആളൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞാളെ ഒന്ന് ആരാണ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അറിയാനായിട്ടുള്ള ഒരു. I am also from Samudra Hotel, sir. സമുദ്ര ഹോട്ടൽ, ശ്രീകണ്ഠാപുരം, കണ്ണൂർ ഡിസ്ട്രിക്ട്. അനിയമ്മയുടെ മോഹം ശരിക്കും തെളിച്ച് കാണുന്നില്ല, നെറ്റി മാത്രമേ കാണുന്നുള്ളൂ. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഒരു ജോർജ് ജോസഫ് കാണുന്നുണ്ട്. ഹോട്ടൽ ഫുൾ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഉത്തമൻ, അത് സമുദ്രയാണ്. ഓക്കെ, ശരി. ഓക്കെ, ഉത്തമൻ സാർ മാത്രമാണ് ഇപ്പൊ സ്ക്രീനിൽ വന്നിട്ട് ഹലോ പറഞ്ഞിട്ട് പോയത്. വെരി ഗുഡ്, ശരി. അപ്പൊ ഞാനൊരു സ്ക്രീനിൽ ദാറ്റ്സ് വാട്ട് ഇന്ററാക്ഷൻസ് മേക്സ് ലോട്ട് ഓഫ് ഡിഫറൻസ്. ഓക്കെ, സോ ഈ നിങ്ങൾക്ക് എന്റെ ഒരു സ്ക്രീനിൽ കുറെ ആനിമൽസിനെ കാണാൻ പറ്റും അല്ലെ? കാണാമല്ലോ അല്ലെ? കാണാം എല്ലാവർക്കും? ഇതിലൊരു ആനിമലിനെ സെലക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഓരോരുത്തരെ പേര് വിളിക്കുന്നില്ല. ഇപ്പം ഷിബു ബി അലങ്കാർ ആണ് പെട്ടെന്ന് എനിക്ക് പോപ്പപ്പ് ചെയ്ത് വന്ന ആള്. അപ്പൊ ഇതിനകത്തുനിന്ന് ഒരു ഷിബു ഒരു ആനിമലിനെ സെലക്ട് ചെയ്യാം, എന്നിട്ട് ആ ആനിമലിനെ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ ജോർജ് പറയാം. ഓക്ട്രിയിലെ ദിലീപും രണ്ടാമത്തെ ചാൻസ് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു പറയാം. ദിലീപ് പറയുന്നു. ആദ്യം ഷിനു ബി അലങ്കാർ പറയാ, അത് കഴിഞ്ഞിട്ട് ദിലീപ് പറയാ. കാറ്റ്. എന്തുകൊണ്ട് കാറ്റ്? ആരാണ്? പേര് കൂടെ പറയണം. പേര് ഷിനു. ഷിനു. ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാല് ഷിനു ബാക്കിയുള്ളവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞാൻ ഷിനു ആണ്, ഇന്ന ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നു, ഇന്ന തസ്തികയിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വേണം ആനിമൽ ഇഷ്ടപ്പെടുന്നത്, ഏത് ആനിമലിനെ ഇഷ്ടപ്പെടുന്നു, എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു പറഞ്ഞു. സ്റ്റാർട്ട്. ഞാൻ ഷിനൂബ്, ഇവിടെ അലങ്കാർ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നു, മട്ടാഞ്ചേരി. ബില്ലിംഗ് സ്റ്റാഫ് ആണ്. കാറ്റ് എന്ന് പറയുമ്പോൾ ക്യൂട്ടാണ് കാണാനായിട്ട്, അതുകൊണ്ടാണ് അതിനെ ഇഷ്ടപ്പെട്ടത്. ശരി, ഓക്കെ. അടുത്ത ദിലീപാണ്, പറഞ്ഞോളൂ. തൃശ്ശൂരാണ്, ഹോട്ടൽ ഓക്ട്രിയിലാണ് സാർ, വെയിറ്റർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ശരി. ഡോഗ് ആണ് സാർ ഇഷ്ടം. എന്താണ് ഇഷ്ടം? റീസൺ എന്താ? റീസൺ പറഞ്ഞാൽ ഒന്നുമില്ല സാർ, നല്ല ഒരു നമ്മൾ എവിടെ കണ്ടാലും നമ്മളെ തിരിച്ചറിയുന്ന ഒരു ഇതാണ്, ഇതുകൊണ്ടാണ്. ഓക്കെ, തിരിച്ചറിയും, ഡോഗ് നിങ്ങളെ തിരിച്ചറിയും. ഓക്കെ, വെരി ഗുഡ്, ഗ്രേറ്റ്. ഓക്കെ, വേറെ ആരാണ് നമ്മൾ പറഞ്ഞത്? ആനിയമ്മയെ തന്നെ വിളിക്കാം, സമുദ്ര ഹോട്ടൽ കണ്ണൂര്. ആനിയമ്മ എന്താണ് ആനിയമ്മ ഏത് പൊസിഷനിൽ വർക്ക് ചെയ്യണോ, എന്ത് ചെയ്യണോ എന്നുകൂടെ പറഞ്ഞിട്ട് ഏതൊരു ആനിമലിനെ സെലക്ട് ചെയ്യാം. അയ്യോ, പോയോ? ആനിമ പോയോ? ഓക്കെ, എന്നാ ജോർജ് സാർ പറഞ്ഞോളൂ. ഞാൻ പറയാം സാർ, എനിക്ക് ഇഷ്ടപ്പെട്ട തത്തമ്മ. എന്നാ റീസൺ? Because if you train a parrot, no, he will be very accurate and give feedback. Okay, very good, nice, great. ഇനി ഇപ്പൊ ഞാൻ 4 പേരെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ നെറ്റ് പോയത്. അനിയമ്മയും കൂടെ പറഞ്ഞു. എനിക്ക് ഡോഗിനെ ഇഷ്ടം. റീസൺ എന്താ? അനിയമ്മ ഏത് പൊസിഷനിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത്? അവിടെ ഹോട്ടലില് റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, ഓൾറൈറ്റ്, ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ എന്താ ഡോഗിനെ ഇഷ്ടം? എന്താ റീസൺ? കാര്യം എന്താ? ഇഷ്ടം എന്താ? പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് സാർ.
പിന്നെ നമ്മളെ നല്ലോണം സ്നേഹിക്കും. സ്നേഹിക്കും. ഓക്കെ, വെരി ഗുഡ്. ശരി, ഗുഡ്, നല്ല കാര്യം. ഇനിയിപ്പോ ഞാൻ 4 പേരെ ഞാനായിട്ട് വിളിച്ചു. ദിലീപിനെ, അനിയാമ്മേനെ, ഷിനൂബി അലങ്കാറിനെ, നമ്മുടെ ജോർജ് സാറിനെ. ഓട്ടെ, ഞാനിങ്ങനെ അനിമ മാഡത്തിനായിട്ട് വിളിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ചാൻസ് ഇതിനെ കുറിച്ച് പറയാൻ മറ്റുള്ളവർക്ക് വിഷമം തോന്നുന്നില്ല. പിന്നു എന്ന് പറഞ്ഞ വ്യക്തി ഒരു പരിചയമില്ല, 4 പേരെയാ വിളിച്ചത്. ബാക്കിയുള്ള ആർക്കെങ്കിലും പറയാൻ താല്പര്യം ഉണ്ടോ? സാറേ, ഞാൻ സന്തോഷ്, ഹോട്ടൽ മാരാമൺ, കോഴഞ്ചേരി. ഹോഴ്സ് അല്ല, പൊസിഷൻ പറഞ്ഞില്ലേ? ബാർമാനാണ്. അടിപൊളി. ഓക്കെ, ബാർമാൻ. എന്താ ഹോസ്, എന്താ റീസൺ എന്താ? അതിന്റെ വേഗതയും ശക്തിയൊക്കെയാണ്. വേഗതയും ശക്തി. ഓക്കെ, ശരി. ഓക്കെ, വെരി ഗുഡ്, നൈസ്. ഗുഡ്. അടുത്തതാ രാജു, അലകാപുരി, കോഴിക്കോട്. അലകാപുരി, കോഴിക്കോട്. ബാർമാനാണ്. എനിക്ക് ആടിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണ്? ആടിനെ ഇഷ്ടമാണ്. എന്തുകൊണ്ട് ആടിനെ ഇഷ്ടം? ആടിനെ ഞാൻ കുട്ടിയായിട്ട് മുതലേ എന്റെ വീട്ടിൽ ആട്, പശു, കോഴി, എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് ആടിന്റെ കുട്ടികളായിട്ട് ഭയങ്കര ഇതാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഗ്രേറ്റ്, നൈസ്. ഓക്കെ, ഇനി 2 പേർക്കും കൂടെ ചാൻസ് തരാം. ആരാണ് അടുത്ത 2 പേര്? ഷമീറാണ് ആദ്യം അടുത്ത് വന്നത്. ഞാൻ ഇവിടെ പട്ടിക്കാട്, തൃശ്ശൂര് ബാർമാനായിട്ട് വർക്ക് ചെയ്യുന്നു. പ്രാവുകളെ ഭയങ്കര ഇഷ്ടമാണ്. പ്രാവ്, പീജിയൻ. പ്രാവിന് എന്താണോ കാരണം? നമ്മുടെ കൊച്ചുപ്രായം മുതൽ തന്നെ വളർത്തുന്നുണ്ട്, ഇപ്പോഴും വളർത്തുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കൊറോണ സമയത്തൊക്കെ പണിയില്ലാതെ ഇരുന്നപ്പോ നമുക്ക് അത്യാവശ്യം വരുമാനമൊക്കെ ഉള്ള സംഭവമായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ഒരു വരുമാന മാർഗമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നു അല്ലേ? ഓക്കെ, ശരി. ശരി, ഗുഡ്. അടുത്ത ആരാണ്? ലാസ്റ്റ് ഒരു പേര് ഞാൻ ഷമീർ കൈ പൊക്കിയപ്പോഴത്തേക്ക് മറ്റുള്ളവരുടെ മറ്റുള്ള ആരാണ്? സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അബ്ദുൽ ബഷീർ, ഹോട്ടൽ ദ റിസോർട്ട്, സുൽത്താൻ ബത്തേരി, വയനാട്. മാനേജറെ വർക്ക് ചെയ്യുന്നു. ഞാൻ ഹോഴ്സിനെ ഇഷ്ടപ്പെടുന്നു. പവർഫുൾ ആണ്. പവർഫുൾ ആണ്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, ഗ്രേറ്റ്, താങ്ക് യു. ബാക്കി ലാസ്റ്റ് മിനിറ്റ് ചാൻസസ് ആർക്കെങ്കിലും 2 പേർക്കും ഉണ്ട്. പെട്ടെന്ന്. ഷാജി എന്നാണ്. ഹലോ, ഷാജി പറഞ്ഞു. വൃന്ദാവൻ റിട്രീറ്റ് ഷാജി. ഗുഡ് മോർണിംഗ്. എനിക്ക് ഇഷ്ടപ്പെട്ട, എന്റെ പേര് ഷാജി എന്നാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഓപ്പറേഷൻ മാനേജർ ആയിട്ടാണ്. ഞാൻ ഇഷ്ടപ്പെടുന്നത് ഹോഴ്സിനെയാണ്. ഇറ്റ്സ് എ പവർഫുൾ അനിമൽ. ദാറ്റ്സ് വൈ ഐ ആം ലൈക്ക് ഇറ്റ്. ഓക്കെ, ഓൾറൈറ്റ്, ഗ്രേറ്റ്. ഒരാൾക്കും ചാൻസ്. സർ, ഐ എം ശ്രീനിവാസൻ, ഹോട്ടൽ ഇന്ദ്രപ്രസ്ഥ, പാലക്കാട്. സർ, പറഞ്ഞോ. ഞാൻ ഹെന്നിനെ ഇഷ്ടപ്പെടുന്നു സർ. ശ്രീനിവാസൻ, we can't hear you. Can you? സർ, ഹെൻ പെടക്കോഴി ഇഷ്ടപ്പെടുന്നു. എന്താ റീസൺ? എന്താ റീസൺ മീൻസ് നമുക്ക് മുട്ട തരുന്നു, നമ്മളെ കൂടെ വിളിച്ചാൽ ഓടിയെത്തുന്നു, നമ്മുടെ എല്ലാത്തിനും നമുക്ക് ഇഷ്ടപ്പെടുന്നു. കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നു ഹെന്ന്. അതൊരു മാതൃകയല്ലേ സാർ? അപ്പൊ അതിനെ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ ഹു ഹാവ്. ഞാൻ കുറെ പേര് ചോദിച്ചു, കുറെ പേര് 4 പേര്, 2 പേര്, 10 പേര് സംസാരിച്ചു. ഇതിൽ ബാക്കിയുള്ളവരുണ്ട്. എല്ലാവർക്കും നമുക്ക് സമയം തരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തത്. പക്ഷെ ഇതിനകത്ത് 2-3 കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പേര് വിളിച്ചവര് ഒരു മടി കൂടാതെ വന്നു. ചില സമയത്ത് എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, സാർ മിണ്ടില്ല. ഓക്കെ, മിണ്ടാതെ അവിടെ ഇരിക്കും. പേര് വിളിച്ചാലും ഞാൻ ഈവൻ നമ്മുടെ മാഡം, ഞാനൊരു അല്ല എന്തോ ദേവജിത്ത് ധോലി കൈ പൊക്കി. എന്തിനാണോ? ഹലോ, കൈ പൊക്കിയിട്ടുണ്ട്. അറിയാണ്ട് പൊക്കിയതാണോ? എന്റെ കൈ ഞാൻ നേരത്തെ ബുക്ക് ചെയ്തു സർ. സുവർണനാണ് ഞാൻ. സുവർണൻ പറയാൻ ആഗ്രഹിച്ചാണോ? അതെ, ഞാൻ ഹോഴ്സിനെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞു ഹോഴ്സിനെ പറഞ്ഞു, നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, ബാക്കിയുള്ളവര് വേറെ ഒരാളും കൂടെ കൈ പൊക്കിയിരുന്നപ്പോ പെട്ടെന്ന്. മഞ്ജുനാഥാണ്. ഓക്കെ, മഞ്ജുനാഥ് എന്താ പറഞ്ഞേ? സാർ, എനിക്ക് ഒട്ടകത്തിനെ ഇഷ്ടം. എന്തെങ്കിലും കാരണം ഉണ്ടോ? ഞാൻ കുറെ കാലം ഗൾഫിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതാണ് റീസൺ. സെന്റിമെന്റ്സ്, പഴയ ഓർമ്മകൾ അല്ലേ? ശരി, വെരി ഗുഡ്.
ഓക്കെ, ഞാൻ താങ്ക് യു ഫോർ പാർട്ടിസിപ്പേഷൻ. ഇപ്പൊ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നില്ല. അപ്പൊ ഇതിനകത്ത് ഞാൻ സുവർണാലായാലും ശരി, മഞ്ജുനായാലും ശരി, ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് നമ്മൾ 120 അല്ലെങ്കിൽ 140 അല്ലെങ്കിൽ 200 പേരുകളിൽ നമ്മൾ റാൻഡം ആയിട്ട് എടുത്ത് പറഞ്ഞുകൊണ്ട് നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. പല സമയത്തും അങ്ങനെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാവാറില്ല. അവിടെ എന്താണ് ഒരു മാനദണ്ഡമായിട്ട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ്. എന്താണ് ഈ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇറ്റ്സ് ഒരു ക്രിട്ടിക്കൽ ഫാക്ടർ ആണ് ലൈഫിൽ എവിടെയും ഒരു സക്സസ് ആവാനായിട്ടുള്ളത്. ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അതെങ്ങനെ ഗ്രാബ് ചെയ്യുമെന്നുള്ളത് ആറ്റിറ്റ്യൂഡാണ്, അല്ലെ? നിങ്ങൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ, ഞാൻ നിങ്ങളെ എല്ലാം പഠിച്ചു, 10 പേരോ 12 പേരോ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ കുറച്ച് ക്യാരക്ടേഴ്സ്, ഞാൻ ഇതിലൂടെ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് നടത്തിയാണെന്ന് വേണമെങ്കിൽ ഒരു ജസ്റ്റ് ഒരു വാട്ടവർ, നിങ്ങളുടെ കുറച്ച് ക്യാരക്ടേഴ്സ് എനിക്ക്, നിങ്ങൾ സംസാരിച്ച വ്യക്തികളിൽ നിന്ന് എനിക്ക് മനസ്സിലായി എത്രത്തോളം നിങ്ങളുടെ ഈ ഫീൽഡിൽ നിങ്ങൾ ഫിറ്റ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് എനിക്ക് പഠിക്കാൻ സമയം കിട്ടും. നമ്മൾ കണ്ടിട്ടുമില്ല. ജസ്റ്റ് ഒരു ചെറിയ എക്സസൈസിൽ ഒരു 0.0001% I could learn what you are, what this thing, what is your areas that you want to improve, that is what is the area you are strong at എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ അതിന് ഫസ്റ്റ് മാനദണ്ഡം ഞാൻ കൊടുക്കുന്നത് ആറ്റിറ്റ്യൂഡാണ്. ഇപ്പൊ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ പങ്കെടുത്തവരും പങ്കെടുക്കാത്തവരും അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. ആറ്റിറ്റ്യൂഡ് ഈസ് ദാറ്റ് എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് എ ക്രിട്ടിക്കൽ ഫാക്ടർ ഇൻ സക്സസ്. നിങ്ങളൊന്ന് ബുക്കോ പേനയോ ഉണ്ടെങ്കിൽ എഴുതുക. ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. ലൈഫിൽ നമ്മൾ എങ്ങോട്ട് പോയാലും ആറ്റിറ്റ്യൂഡ് ശരിയല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പൊ നിങ്ങൾ ഇന്നത്തെ ഒരു ക്ലാസ് കഴിഞ്ഞ് ഇപ്പൊ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണോ, ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മനോഹരമാക്കാൻ പറ്റുമോ എന്നുള്ള പ്രതിജ്ഞയോടെ നമ്മൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വപ്നങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെ യഥാർത്ഥ്യമാക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. അത് ആലോചന, ഞാനൊരു ഫയർ ഒന്ന് ഇട്ട് തരും, അത് അല്ലെങ്കിൽ ഒന്ന് തീ കൊളുത്തി തരും, അത് കത്തിച്ചുകൊണ്ട് പോകേണ്ട ചുമതല നിങ്ങളുടെയാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാല് മനുഷ്യത്തിന്റെ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം, ഒരുപാട് കണ്ടുപിടുത്തമുണ്ട്. ഇപ്പൊ AI ഒക്കെ വരുന്നുണ്ട്. എന്നാലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം നമ്മുടെ ജനറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നല്ല ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ പലരുടെയും ജീവിത രീതി തന്നെ മാറ്റാൻ പറ്റും. എല്ലാത്തിന്റെയും പ്രശ്നം ഈ മനസ്സാണെന്ന് പറയുന്ന പോലെ എല്ലാത്തിന്റെയും പ്രശ്നം ഞാൻ വിശ്വസിക്കുന്നത് നല്ലൊരു മനോഭാവം ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ശരി. ഇപ്പം നിങ്ങൾ ഒരു രസകരമായിട്ടൊരു ഒരു കണ്ടുപിടുത്തം ഒരു ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയിട്ടുണ്ട്. ഇപ്പൊ എന്നോട് തർക്കിക്കും പലരും, പക്ഷെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറയുമ്പോൾ എല്ലാവരും മിണ്ടാണ്ടിരിക്കും. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഇപ്പം 85% ആൾക്കാർ ഈ പ്രൊമോഷന്റെ റീസണും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജോലിയിൽ സമാധാനത്തിന്റെ ഒക്കെ ഉള്ള റീസൺ ചോദിക്കുമ്പോൾ പലരും പറയും എന്റെ നോളജ് ആണ്, ഞാൻ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBA എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ PG ചെയ്തിട്ടുണ്ട്, എന്റെ പഠിത്തമാണ്, ആ പഠിത്തത്തിനോടനുബന്ധിച്ചിട്ടുള്ള സ്കിൽസ് ആണ്. എന്താണ് ഈ നോളജും സ്കിൽസും? ഉത്തരം പറയൂ. നോളജ് എന്താണ്? സാറേ, നോളജ് അറിവാണ്. നോളജ് എന്ന് പറഞ്ഞാൽ അറിവ്. ഓക്കെ, ശരി, ഗ്രേറ്റ്. ഓക്കെ, നോളജ്, ഇത് ഞാൻ ഓർത്തിരിക്കുക. സമയം ഉണ്ടെങ്കിൽ ഞാനൊരു എക്സസൈസ്. അപ്പൊ നോളജ് നിങ്ങൾക്ക് അറിവ്, ബുക്കിലൂടെ ഒക്കെ കിട്ടുന്ന അറിവാണ് അല്ലെ? ഓക്കെ, സ്കിൽസ് എന്ന് പറഞ്ഞാൽ ആ നോളജ് നമ്മൾ എടുത്തിട്ട് അത് പ്രാവർത്തികമായ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസ് ഒന്ന് കൂട്ടാം. ശരിയാണ്. അപ്പൊ ഇതിനകത്ത് 3 മാനദണ്ഡം ഉണ്ടായിരുന്നു. പിന്നെ 3 കുറെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ആ പഠിത്തത്തിനകത്ത് വന്നെന്ന് പറയും. അപ്പൊ എല്ലാരും പറഞ്ഞു എന്റെ ജീവിതം മുന്നോട്ട് പോകണമെന്ന്. ഇപ്പൊ നിങ്ങളെ കൂട്ടുള്ള ആൾക്കാർ വോട്ടിട്ടപ്പോ എല്ലാരും പറഞ്ഞു, 85% എല്ലാരും പറഞ്ഞു എന്റെ വിദ്യാഭ്യാസമാണ് എന്നെ ജീവിതത്തിൽ വലിയ വിജയമാക്കണം. ഓക്കെ, 85%. അപ്പൊ പക്ഷേ വളരെ റിസൾട്ട് വന്ന എന്താണെന്നറിയോ? പ്രൊമോഷൻസും ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്ത റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 85% ഒരു ജീവിതത്തിന്റെ വിജയം ആറ്റിറ്റ്യൂഡിലാണെന്നാണ് അവർ മനസ്സിലാക്കിയത്. 5% ഉള്ളു നോളജും സ്കിൽസും എന്നുള്ളത്. ഓക്കെ, സോ 15% ആണ് നമുക്ക് നോളജും സ്കിൽസും തരുന്നെങ്കിൽ 85% ആണ് നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകണമെങ്കിൽ ആറ്റിറ്റ്യൂഡിന്റെ ഇത് വളരെ പ്രാധാന്യപ്പെട്ട വാക്കാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ലേൺ ടുഡേ. വാട്ട് ഈസ് റൊമാൻസിങ് ദാറ്റ്? അതിന് മുമ്പ് 2 ചോദ്യം, ഇത് വായിക്കണ്ട. ഹോസ്പിറ്റൽ, നിങ്ങൾ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്? ഹോസ്പിറ്റാലിറ്റി. ഓക്കെ, വെരി ഗുഡ്. ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഹലോ, പറഞ്ഞോ, കേൾക്കാം. ഹോസ്പിറ്റൽ നമുക്ക് കൊടുക്കാൻ ഏറ്റവും നല്ല സർവീസ് കൊടുക്കുക. ഒരാൾ നമുക്ക് നല്ല അവർ സ്വന്തം വീട് പോലെ അവരെ ട്രീറ്റ് ചെയ്യാന്നുള്ള ഹോസ്പിറ്റാലിറ്റി എനിക്ക് തോന്നുന്നു. ബെസ്റ്റ് സർവീസ് കൊടുക്കാം. ഓക്കെ, ഗ്രേറ്റ്. ഓൾറൈറ്റ്.
ഞാനൊന്ന് വലിയൊരു എക്സ്പ്ലനേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഗസ്റ്റും ഹോസ്റ്റും റിലേഷൻഷിപ്പ് ഹോസ്പിറ്റാലിറ്റി ആണ്. ഹോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളാണ്. ഞാൻ ഇന്ന് നിങ്ങൾ എൻ്റെ ഗസ്റ്റ് ആണ്. ഞാൻ നിങ്ങളെ എങ്ങനെ റിസീവ് ചെയ്യുന്നു, നിങ്ങളെ എങ്ങനെ ഒരു ഗുഡ് വില്ലോടെ എന്റർടൈൻ ചെയ്യുന്നു, നിങ്ങളെ എങ്ങനെ സന്തോഷകരമാക്കുന്നു, അതാണ് ഈ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത്. നമ്മളെല്ലാം വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റാലിറ്റി ഫീൽഡാണ്. അപ്പം ഈ ഹോസ്പിറ്റാലിറ്റി ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ആൾക്കാർ പറഞ്ഞ ഇതനുസരിച്ച് ഞാൻ ഉദ്ദേശിക്കുന്നു. ഹോസ്പിറ്റാലിറ്റി അപ്പം ഇന്ന് പണ്ടത്തെ പോലെ ഹോട്ടൽസോ റെസ്റ്റോറൻറ്റ്സോ റിസോർട്ട് മാത്രമല്ല ഹോസ്പിറ്റാലിറ്റി യൂസ് ചെയ്യുന്നത്. പല മേഖലകൾ, ബാങ്കിങ് മേഖലകൾ ഹോസ്പിറ്റാലിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. എവിടെ കസ്റ്റമർ ഉണ്ടോ അവിടെ എല്ലാം ഇന്ന് ഹോസ്പിറ്റാലിറ്റിയുടെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ഇപ്പം സിംഗപ്പൂരിലൊക്കെ ഹോസ്പിറ്റാലിറ്റി ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെയാണ് കൂടുതൽ ബാങ്കിങ് സെക്ടറിലൊക്കെ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ദേ അണ്ടർസ്റ്റാൻഡ് നമുക്ക് ഈ എക്സ്പീരിയൻസ് ഉള്ള കസ്റ്റമറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നിങ്ങള് ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് പരന്ന് കിടക്കുക. ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് ഹോട്ടൽ മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോ ഹോട്ടൽസ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, എയർലൈൻസ് ഉണ്ട്, കോഫി ഷോപ്സ് ഉണ്ട്, ഷിപ്സ് ഉണ്ട്, ഹോസ്പിറ്റൽസിൽ ഹോസ്പിറ്റാലിറ്റി ഉണ്ട്. സോ വേർ എവർ ദ ഗസ്റ്റ് ഇന്ററാക്ഷൻ ഇസ് ദർ ഇസ് ഹോസ്പിറ്റാലിറ്റി എന്ന് ഞാൻ വിശ്വസിക്കും. അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള മാൻ പവർ വളരെ കുറവാണ്. അതിന് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള ആവശ്യമുള്ള കാര്യം ആറ്റിറ്റ്യൂഡാണ്. ഒരു ഗസ്റ്റ് നിങ്ങളോട് പെരുമാറുമ്പോൾ, നിങ്ങൾ അല്ലെങ്കിൽ മോശമായിട്ട് പെരുമ്പോൾ ആ പെരുമാറ്റം മാറ്റി നിങ്ങൾ എത്രത്തോളം അത് റിട്രീവ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിന് വേണ്ട ക്വാളിറ്റിയാണ്. അതിന് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ അടിത്തറ, കിരൺ സാർ പറഞ്ഞ പോലെ അതിന്റെ അടിത്തറ ഇറ്റ് ഈസ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, സോ നമുക്ക് ഒന്നും കൂടെ മനസ്സിലാക്കുക. ഒരു കണ്ടുപിടുത്തം, നമുക്കൊരു ബേസിക്കലി ഒരു സ്റ്റോറിയും കൂടെ പറയാം. എല്ലാവർക്കും ഞാനൊരു ഇതായിട്ട് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഡേവിഡ് ആൻഡ് ഗോലിയാത്ത് എന്ന് പറഞ്ഞൊരു സ്റ്റോറി എല്ലാവർക്കും വായിച്ചു പറയാൻ പറ്റുന്ന ഒരു കഥയായിട്ട് ഞാൻ പെട്ടെന്ന് പറയാണ്. ഇറ്റ്സ് എ ബിബ്ലിക്കൽ സ്റ്റോറി. പലർക്കും അറിയാതിരിക്കാം, അറിയാതിരിക്കാം. ഒരു 17-year-old ബോയ്, ഷെപ്പേർഡ് ബോയ്, ഒരു ഗോലിയാത്ത് എന്ന് പറഞ്ഞ ഒരു വലിയൊരു മഹാനായ, അന്നത്തെ കാലത്ത് 7.5 അടി വിക്റ്റിനുള്ള ഒരാളെ തകർത്തു, യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ട് ഒരു കഥയുണ്ട്. അപ്പം പലരും എല്ലാരും അവൻ തന്നെ ചോദിച്ചു, അയാളൊരു ടെററായിരുന്നു ആ രാജ്യത്ത്. അപ്പം എന്റെ ബ്രദേഴ്സിന്റെ അടുത്തും കസിൻസിന്റെ അടുത്തും ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചു, വൈ ഡോണ്ട് യു സ്റ്റാൻഡ് അപ്പ് ആൻഡ് ഫൈറ്റ് ദിസ് ജയന്റ്? അപ്പം എല്ലാവരും പറഞ്ഞു പേടിയാണ്, ഭയമാണ്. ഓക്കെ, അപ്പം അവര് ചോദിച്ച ചോദ്യം ഞാൻ ഇംഗ്ലീഷിൽ പറയാണ്. ഡോണ്ട് യു സീ ഹീസ് ടു ബിഗ് ടു ഹിറ്റ്? നീ കാണുന്നില്ലേ അവനെ തകർക്കാനായിട്ട്? അവൻ ഭയങ്കര വലിപ്പമുള്ള ഒരു മനുഷ്യനാണ്, അവനെ എങ്ങനെ നമ്മൾ അടിച്ചിടും? ഓക്കെ, അപ്പൊ ഡേവിഡ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു വാക്കുണ്ട്, നോ, ഹീസ് നോട്ട് ടു ബിഗ് ടു ഹിറ്റ്, ഹീസ് ടു ബിഗ് ടു മിസ്. അവൻ വലുതല്ല, പക്ഷെ അവൻ അത്ര ചെറുതുമല്ല, അവനെ മിസ്സാവൻ. എന്റെ അവൻ ഈ കാവണി അടിച്ച് താഴെയിടാൻ അവൻ ഈസ് നോട്ട് ടു ബിഗ് ടു മിസ്. ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ദാറ്റ് മേക്സ് എ ഡിഫറൻസ്. അങ്ങനെ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ആറ്റിറ്റ്യൂഡ് കൊണ്ട് മുന്നോട്ട് വന്ന ഒരുപാട് പേരുണ്ട്. തോമസ് എഡിസൺ, ഓക്കെ, ഈവൻ നമ്മുടെ തോമസ് എഡിസൺ എത്രയോ എക്സ്പെരിമെന്റ്സ് കഴിഞ്ഞിട്ട്, തോമസ് എഡിസൺ അറിയാലോ അല്ലെ, ബൾബൊക്കെ കണ്ടുപിടിച്ച മഹാനായ ശാസ്ത്രജ്ഞനാണ്. അപ്പം ബേസിക്കലി ദിസ് ഇസ് വാട്ട്, നമ്മുടെ കഴിവുകൾ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടും, പക്ഷെ അത് പ്രദർശിപ്പിക്കാൻ തമ്മിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് ചെയ്തില്ലെങ്കിൽ ദാറ്റ് ഇസ് എ ബാഡ് ആറ്റിറ്റ്യൂഡ്. പീപ്പിൾ ഹാവ് മെയ്ഡ് റിമാർക്കബിൾ കംബാക്സ്. ഫോർ എക്സാമ്പിൾ, ഒരു തോൽവിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത് നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്, അല്ലെ? ഫോർ എക്സാമ്പിൾ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആണ് അമിതാഭ് ബച്ചൻ. ഓക്കെ, 90 കാലങ്ങൾ അദ്ദേഹം സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങി, ABC കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങി. നമ്മുടെ പ്രിയദർശനെയൊക്കെ വെച്ച് മിസ് വേൾഡും ഇതൊക്കെ പ്രോഗ്രാംസ് ഒക്കെ നടത്തി കുറെ സിനിമകൾ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഹി വാണ്ട് ടു കോർപ്പറേറ്റൈസ്. ഹോളിവുഡിലൊക്കെ നടക്കുന്നു, പക്ഷെ അദ്ദേഹം ദാരുണ്യമായ തകർന്ന് തരപ്പണ കടക്കാരനായി. ഈ കഥ എല്ലാവരും കേൾക്കണമെന്ന് അറിയില്ല. അവസാനം എവിടുന്ന് തുടങ്ങുന്നു? സ്വന്തം ആത്മഹത്യന്റെ വക്കിലെ സ്വന്തം അഭിഷേക് ബച്ചൻ US പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ തിരിച്ചു വിളിക്കേണ്ടി വന്നു, ഫീസ് അടയ്ക്കാൻ പറ്റാണ്ട്. സൂപ്പർ സ്റ്റാർ, അപ്പൊ ഫിലിംസ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം വീണ്ടും ഒരു രാത്രി അദ്ദേഹം ഒന്ന് ആലോചിച്ചു, ഞാൻ ഇനി ആത്മഹത്യയാണോ വേണ്ടത്? അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛനൊരു കവയിത്രിയാണ്. എവിടെയോ അദ്ദേഹം എഴുതിയൊരു കവിതയില് ജീവിതം ഭയങ്കര സംഘർഷഭരിതമാണ്, എല്ലാ ദിവസവും സംഘർഷഭരിതമായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മള് ഉയരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സാണ് ആദ്യം ചിന്തിക്കുന്നത്. നമുക്ക് പഴയ എന്താണ് ഞാൻ മിടുക്കനായിട്ടുള്ളത്? അപ്പൊ സിനിമാഭിനയമാണ്, ബിസിനസ് എനിക്ക് പറ്റുന്നില്ല, പൊളിറ്റിക്സ് എനിക്ക് പറ്റുന്നില്ല. ഞാൻ വീണ്ടും അദ്ദേഹം ചാൻസ് ചോദിച്ചു. ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ നോക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. സ്വന്തം സുഹൃത്തുക്കളുടെ അടുത്തും പഴയ ഡയറക്ടേഴ്സിന്റെ അടുത്തും പോയി ചാൻസ് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ കിട്ടിയ ചാൻസ് ആണ് മുഹബദേവ് എന്നൊരു സിനിമ.
ആ സിനിമ ഷാറൂഖ് ഖാൻ അന്ന് സൂപ്പർ സ്റ്റാർ ആണ്. അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ റോളിലേക്ക് അദ്ദേഹം വരികയും ആ റോള് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവും. അതീതിലൂടെ കോൺബിനേക കുറവ് വരികയും അദ്ദേഹം വർക്ക് ചെയ്ത് ഇന്നും അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗ്രഹിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആണ്. അദ്ദേഹത്തിന്റെ സമകാലീന ആർട്ടിസ്റ്റുകളൊക്കെ വീട്ടിലിരിപ്പായി. പക്ഷെ അദ്ദേഹം ഇപ്പോഴും സിനിമകളും അഡ്വർടൈസ്മെന്റ് അദ്ദേഹത്തിന് ആയുസ്സാരോഗ്യം ദൈവം കൊടുക്കട്ടെ. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു നമുക്കൊരു മനസ്സിലാക്കേണ്ട ഒരു ഇതാണ്. ഞാൻ അമിതാഭ് ബച്ചൻ ഫാൻ ആയതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ഉത്തേജനമായിട്ട് ഒരുപാട് കാര്യമുണ്ട്. തകർന്ന തരപ്പണായ മനുഷ്യൻ കോടികളുടെ കടന്നു ചെന്ന് തിരിച്ചു വരണം. അദ്ദേഹത്തിന് ആ സമയത്ത് തന്നെ ധീരുഭായ് അംബാനി പറഞ്ഞു, മകനോട് പറഞ്ഞു, അനിൽ അംബാനിയോടും ഒക്കെ പറഞ്ഞു, മോനെ കുറച്ച് കടം കൊടുത്തേരെ, കടം മേടിക്കാമെന്നുള്ള ചിന്തിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, വേണ്ട, കടം മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിന് ഔദാര്യമാവും, അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് വീണ്ടും എന്റെ കംഫോർട്ട് സോണിലേക്ക് പോകും. ആ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് തൊഴിലെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, സോ ബേസിക്കലി ദാറ്റ്സ് എൻ ആറ്റിറ്റ്യൂഡ്. ഈസി ആയിട്ട് നമുക്കൊരു കോടികളുടെ കടം മേടിച്ച് സുഹൃത്ത് തരാമെന്ന് പറഞ്ഞത് വേണ്ടാന്ന് വയ്ക്കുകയും സ്വന്തം കഴിവിൽ വിശ്വസിക്കുകയും കഴിവിലൂടെ വീണ്ടും തിരിച്ചുപോയി ആ ഒരു ഈഗോ ഇല്ലായ്മ, ഞാൻ വലിയ സൂപ്പർ സ്റ്റാർ ആണ്, തിരിച്ചും ഒരു ന്യൂ കമറിന്റെ കൂട്ട് പല പഴയ സംവിധാനം പുതിയ സംവിധാനം ചാൻസ് ചോദിച്ച് നടക്കുക. അതിന് റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. ടുഡേ യു നോ വേർ ഇറ്റ് ഈസ്. ആ കടങ്ങൾ മുഴുവൻ അദ്ദേഹം തീർത്തു. ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, സെറ്റ് ബാക്സിലൊന്നും നമ്മൾ മുന്നോട്ട് പിന്നോട്ട് പോകരുത്. സെറ്റ് ബാക്സിലൂടെ മുന്നോട്ട് പോകണം. ഓക്കെ, ആറ്റിറ്റ്യൂഡ് നല്ലതാണെങ്കിൽ നമുക്ക് നല്ല സ്റ്റെപ്പിംഗ് സ്റ്റോൺ. പ്രത്യേകിച്ച് ഹോസ്പിറ്റാലിറ്റിയിൽ വേണ്ടത് ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. ഓക്കെ, എവറി പ്രോബ്ലം നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക, എവറി പ്രോബ്ലം കംസ് വിത്ത് എൻ ഈക്വൽ ഓർ എ ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റി. നിങ്ങളൊരു പ്രോബ്ലത്തിൽ ചെന്ന് പാടുകയാണെങ്കിൽ ഇറ്റ് കംസ് വിത്ത് എ ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റി. Can you all write it? എല്ലാവരും ഒന്ന് പറയാമോ? എവറി പ്രോബ്ലം കംസ് വിത്ത് ഈക്വൽ ഓർ എ ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റി. ഹോസ്പിറ്റാലിറ്റി ഇസ് ഫുൾ ഓഫ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും. ചിലവർ പറയുമ്പോൾ ഏത് സമയത്താണോ ഞാൻ ഈ ജോലിക്ക് കയറിയത് എന്നും തലവേദനയാണ്. എത്ര പേര് ചിലപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കും നിങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത്. ഒരു ജോലിയും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റാലിറ്റിയിൽ വന്നു സാർ, അല്ലെങ്കിൽ പലയിടത്തും ട്രൈ ചെയ്തു, ഞാൻ ഒന്നും ട്രെയിൻഡ് അല്ല. നെവർ മൈൻഡ്. നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനി അനുസരിച്ച് ഈ ജോലിയിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾ ആ ജോലി എത്രത്തോളം മനോഹരമാക്കാൻ ദിവസം പ്രയത്നിക്കുമെങ്കിൽ, നിങ്ങൾ ആ ജീവിതം ജോലി കൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ, എത്ര കഷ്ടപ്പാടാണെങ്കിലും ആ ജോലി എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതാണ് ആദ്യത്തെ പാഠം, ആറ്റിറ്റ്യൂഡിന്റെ ആവശ്യം. ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് ഒരു കാര്യമാണ്. ഹോസ്പിറ്റാലിറ്റി നിങ്ങൾക്ക് വിഷമാണ്. നിങ്ങൾ വിചാരിക്കും ഞാൻ ഡിഗ്രി പഠിച്ച് പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്തു, എനിക്ക് ഇതേണ്ട ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ഒന്ന് വർക്കേണ്ട വല്ല ആവശ്യമുണ്ട് ആൾക്കാരുടെ ഇത് കഴിഞ്ഞിട്ട്? നത്തിങ് ലൈക്ക് ദാറ്റ്. ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര, പിന്നെ അതാണ് ഞാൻ ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയെ കുറിച്ച് ചോദിക്കുന്നത്. ഹോസ്പിറ്റാലിറ്റി ബിഗ് ഇൻഡസ്ട്രി, ഇറ്റ്സ് എ $1 million ഇൻഡസ്ട്രി. ചെറുതും വലുതുമായിട്ടുള്ള ഒരു അനേകായിരം വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി. പക്ഷെ നമ്മൾ തന്നെ നമ്മൾ വിലയില്ലാതെ കാട്ടുമ്പോൾ നമ്മളെ എടുക്കുന്ന ഓർഗനൈസേഷൻസ് നിങ്ങളെ വിലയില്ലാതാക്കും. നിങ്ങളെ വരുന്ന ബന്ധപ്പെടുന്ന കസ്റ്റമേഴ്സ് നിങ്ങളെ വിലയില്ലാതാക്കും. അപ്പം എവിടെയാണ് ഇതിന്റെ പ്രശ്നം വീഴുന്നത്? നിങ്ങൾക്കൊരു വിലയിടുക. ഞാന് കഴിഞ്ഞ ദിവസം എല്ലാരും കേൾക്കുന്നുണ്ടല്ലേ? മഞ്ജുനാഥ് ഓക്കെ അല്ലേ? ഞാൻ പറയുന്നത് ഓക്കെ അല്ലേ? കേൾക്കാലോ? അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ഇപ്പൊ എന്റെ ഒരാൾ പറഞ്ഞു, സാറേ എനിക്ക് എന്ത് വഴക്കും പക്കാണോ സാർ ഞങ്ങളുടെ ഇവിടെ. അത് ഒരു വഴക്കിനെ 10 വഴക്കായിട്ട് കാണുന്നവരാണ് അദ്ദേഹം തന്നെയാണ്. ഈ നെഗറ്റിവിറ്റി അടിക്കുമ്പോഴത്തേക്കും എന്താ പറയുക, അതുപോലെ തന്നെ സംഭവിക്കും. പുള്ളി എൻജോയ് ചെയ്യുന്നില്ല ജോബ്. പുള്ളി ഓരോ കാരണങ്ങൾ പറയാൻ ഒരു ഹോട്ടലോ അല്ലെങ്കിൽ ഒരു റിസോർട്ടോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റോ അല്ലെങ്കിൽ പോട്ടെ ഏതൊരു IT കമ്പനിയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ട്രെയിൻ ചെയ്യുന്ന IT കമ്പനി ചെയ്യുന്നു, ഫാമിൽ ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട് സുഹൃത്തുക്കളെ, എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. ഒരു ഹോസ്പിറ്റാലിറ്റി സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു ബാങ്കറ്റ് ക്ലോസ് ചെയ്യാൻ നോക്കുന്ന അതേ വിഷമമാണ് സെയിൽസിൽ ഫാമയിലെ ഒരു എന്താ പറയാ, ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറിന്റെ അടുത്ത് ഒരു ഫാമ ഡിസ്ട്രിബ്യൂട്ടർ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അവിടെയും പ്രശ്നങ്ങളില്ലേ? The more you work, more you get money, more you become happy. നിങ്ങൾ നെഗറ്റീവ് അടിച്ചിരിക്കുകയാണ്, അയ്യോ ഞാൻ ഏറ്റവും വൃത്തികെട്ട ജോലിയിലായിരിക്കുന്നത്, അങ്ങനെ ചിന്തിക്കുന്നവരുന്നുണ്ടെങ്കിൽ ഇത് മാറ്റുക. യു ആർ വർക്കിംഗ് ഇൻ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഡസ്ട്രീസ് ഇൻ ദ വേൾഡ്. ലോകത്തെ 2ാമത്തെ ഇൻഡസ്ട്രിയാണ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി. അതിൽ നിങ്ങളൊരു പാർട്ട് ആൻഡ് പാർസൽ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വലിയ പ്രചോദനമായിട്ടൊരു കാര്യമാണ്. അത് മനസ്സിൽ വരണം. ഐ എം വർക്കിംഗ് ഇൻ സെക്കൻഡ് ഇൻഡസ്ട്രീസ് ഇൻ ദ വേൾഡ്. ദർ ആർ മെനി മില്യൺ പീപ്പിൾ സർവൈവിംഗ് ഇൻ ദിസ് ജോബ്. ഈ പറയുന്ന ഞാനും ഇതുവരെ എനിക്കും ബ്രെഡ് ആൻഡ് ബട്ടർ തന്നത് ഈ ഇൻഡസ്ട്രിയാണ്. അതിനെ നമുക്ക് തള്ളിപ്പറയാൻ പറ്റുമോ? അപ്പൊ അതിന്റെ ഒരു ഗർവ് നിങ്ങളുടെ നടപ്പില്, നിങ്ങളുടെ വാക്കില്, നിങ്ങളുടെ പ്രവൃത്തിയിൽ അത് വരണം. എന്നാലേ നിങ്ങൾ നല്ലൊരു ഹോസ്പിറ്റാലിറ്റി പ്രൊഫഷണൽ ആവുള്ളൂ. അങ്ങനെ ഒരു ഹോസ്പിറ്റാലിറ്റി പ്രൊഫഷണൽ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് കുറെ നല്ല ആറ്റിറ്റ്യൂഡ്സ്, സ്കിൽസ് ആണ്, ടൂൾസ് ആണ്, നോളജ് ആണ്.
അതെല്ലാവർക്കും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പഠിക്കാം. പഠിക്കുന്ന കാര്യം ഈസിയാണ്. അതിന് ഞങ്ങളെ പോലുള്ളവർ ബന്ധപ്പെടുക, ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ഏറ്റവും വലിയ ചലഞ്ച് ഞാനിപ്പം IT പലർക്കും സാറേ എനിക്ക് റിസപ്ഷനിസ്റ്റ് സോഫ്റ്റ്വെയർ ഒന്നും അറിഞ്ഞുകൂടാ സാർ, സോഫ്റ്റ്വെയർ പഠിക്കാനുള്ള മനസ്സില്ല. പഠിക്കാതെ എങ്ങനെ ശരിയാണ്? ലോകം മാറുമ്പോൾ നമ്മളും ചേഞ്ച് ആവണ്ടേ? പിന്നെ ഒരു കാര്യം, ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ലേബറാണ്. ആ ഫിസിക്കൽ ലേബർ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടോ? പണ്ട് എല്ലാവരും പറഞ്ഞു 12 മണിക്കൂർ 14 മണിക്കൂർ. പക്ഷെ ഇപ്പൊ ഏത് ഇൻഡസ്ട്രിയാണ് 12 14 മണിക്കൂർ വർക്ക് ചെയ്യാത്ത? മുന്നോട്ട് കയറണം എന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രി ലോങ് വർക്കിംഗ് അവേഴ്സ് ഒരു ഘടകമല്ല. Okay, so basically there has to be some behaviors, tools, knowledge that allows service industry professionals to develop positive relation between the guest and the companies that host them. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഘടകമാണ് ഞാൻ പറഞ്ഞത് റൊമാൻസിങ്. ഒരു വേറൊന്നും വേണ്ട, അടിത്തറ നന്നാക്കണം എന്ന് പറഞ്ഞ കിരൺ സാർ പറഞ്ഞിട്ടുണ്ടേ. നമുക്ക് അടിത്തറ എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡാണ്. ഞാൻ ഒരു HR മാനേജർ, ലേണിംഗ് ഡെവലപ്മെന്റ് മാനേജർ ആയിരുന്നപ്പോൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് എന്റെ അസറ്റ് ആണ്. എന്താണ് എന്റെ അസറ്റ്? എന്റെ അസറ്റ് എന്താ? എന്റെ അസറ്റ് എന്താ? ഒരു HR മാനേജർ ആറ്റിറ്റ്യൂഡ്. ഓക്കെ, ഒന്നും കൂടെ ചിന്തിക്കൂ. എന്റെ അസറ്റ് എന്തായിരിക്കും? ഒരു HR മാനേജർ ആയിരുന്നു ഞാൻ, ഒരു ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് മാനേജർ ആയിരുന്നു ഞാൻ. എനിക്ക് ഏറ്റവും കൂടുതൽ അസറ്റ് എന്താണ്? നോളജ്, എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ്. വെരി ഗുഡ്. വീൽ പവർ സർ, വീൽ പവർ. ഓ, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ശരി, ഓക്കെ. അല്ല, എന്റെ ഏറ്റവും വലിയ അസറ്റ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോഴും എന്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്, വാല്യുബിൾ അസറ്റ് എന്ന് പറയുന്നത് പീപ്പിൾ ആണ്. നിങ്ങൾ ഓരോരുത്തരാണ് എന്റെ അസറ്റ്. പക്ഷെ അതിനകത്തൊരു ഇതുണ്ട്, ആ അസറ്റിനെ ഞാൻ എങ്ങനെ മോൾഡ് ചെയ്തെടുക്കുന്നു, അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ മാറ്റുന്നു, അവരുടെ നോളജ് ഞാൻ എങ്ങനെ കൂട്ടുന്നു, അവരുടെ സ്കിൽസ് ഞാൻ എങ്ങനെ കൂട്ടുന്നു, അതാണ് ഓരോ ഓർഗനൈസേഷന്റെ വിജയം. അപ്പം എങ്ങനെ പ്രോഫിറ്റും പ്രൊഡക്ടിവിറ്റിയും ഒരു ഓർഗനൈസേഷനിൽ കൂട്ടാൻ പറ്റും, ഓക്കെ, എന്ന് എന്നോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് അത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ അല്ലെങ്കിൽ ചെറുപ്പക്കാരികൾ അല്ലെങ്കിൽ മധ്യവയസ്കർ അല്ലെങ്കിൽ ഏത് പ്രായത്തിൻ്റെ ആൾക്കാർ വേണം. പക്ഷേ അവരുടെ ആറ്റിറ്റ്യൂഡ് നന്നല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് പീപ്പിൾ ആണ്. പീപ്പിൾ വിത്ത് ഗുഡ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, എന്താണ് ദേവജിത്ത് ധോലി കൈബുക്ക് ചെയ്ത് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ദേവജിത്ത് ധോലി അറിയാണ്ട് വെച്ചാണോ? ഓക്കെ, പീപ്പിൾ ക്യാൻ ബി യുവർ ബിഗസ്റ്റ് അസറ്റ്, ക്യാൻ ബി ഓൾസോ ബിഗസ്റ്റ് ലയബിലിറ്റി. ഒരു തല്ലിപ്പുള്ളി സ്വഭാവമുള്ള ഒരുത്തന്നെ ഏറ്റവും വലിയ ലയബിലിറ്റി ഒരു ഓർഗനൈസേഷൻ അല്ലേ? തല്ലിപ്പുള്ളി സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയണത്? ഈ ഞാൻ ഉദ്ദേശിക്കുന്ന ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്ന ടോട്ടൽ ക്വാളിറ്റി പീപ്പിൾ എന്ന് പറയും. ടോട്ടൽ ക്വാളിറ്റി പീപ്പിൾ ഇസ് നത്തിങ് ബട്ട് പീപ്പിൾ വിത്ത് ഗുഡ് ക്യാരക്ടർ, ഗുഡ് ഇന്റഗ്രിറ്റി, ഗുഡ് വാല്യൂസ് ആൻഡ് ഗുഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ്. നിങ്ങളൊന്ന് എഴുതിയെടുക്കാൻ പറ്റുമോ എല്ലാവരും? ഐ എം ലുക്കിംഗ് ഫോർ, എന്റെ അസറ്റ് എന്ന് പറയുന്നത് പീപ്പിൾ വിത്ത് TQP എന്ന് പറയും. ടോട്ടൽ ടോട്ടൽ ക്വാളിറ്റി പീപ്പിൾ. നിങ്ങളുടെ അടിയിലുള്ള ആൾക്കാരും നിങ്ങളുടെ കൊളീഗ്സും നിങ്ങളുടെ മേലെയുള്ള ആൾക്കാരും ഒക്കെ ഞാൻ എഗ്രി ചെയ്യുന്നത്. നാളെ നിങ്ങൾ പറയണമെന്ന് ഞാൻ ടോട്ടൽ ക്വാളിറ്റി പീപ്പിൾ ആ പീപ്പിൾ വിത്ത് ഗുഡ് ക്യാരക്ടർ. അത് നിങ്ങൾ തന്നെ മാനദണ്ഡം കൊടുക്കാം. എന്താണ് നമ്മുടെ ക്യാരക്ടർ എന്നുള്ളത്, എന്താണ് ഇന്റഗ്രിറ്റി, അത് നിങ്ങൾക്ക് ചിന്തിക്കാം. നിങ്ങളുടെ വാല്യൂസ് എന്താണ്, പിന്നെ ഗുഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ്. ഈ ആൾക്കാർ എനിക്ക് അസറ്റ് ആവും, ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ എനിക്ക് ലയബിലിറ്റി ആവും. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലേക്ക് വേണ്ടത്. ഇങ്ങനെയുള്ള ആൾക്കാർ ജീവിതത്തിൽ പടിപടിയായി കയറും. അത് ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി മാത്രമല്ല, ഏത് ഇൻഡസ്ട്രിയിലും നല്ലൊരു എംപ്ലോയി ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബേസിക് ട്രേറ്റ്സ് ടോട്ടൽ ക്വാളിറ്റി പീപ്പിൾ ആവണം. ഓക്കെ, ടോട്ടൽ ക്വാളിറ്റി പീപ്പിളില് ഒരു ബേസിക്കലി നമ്മൾ പറഞ്ഞാല് ഒരു കഥയും കൂടെ പറയും. ചെറിയൊരു കാര്യമാണ്. വലിയൊരു പാസ്കൽ എന്ന് പറഞ്ഞൊരു വലിയൊരു ശാസ്ത്രജ്ഞനുണ്ട്, ഫ്രഞ്ച് ഫിലോസഫർ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരു വലിയ ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ എടുത്ത ആൾക്കാർ ഒന്ന് ചോദിച്ചു, സർ ഇഫ് ഐ ഹാഡ് യുവർ ബ്രെയിൻസ് ഐ വുഡ് ബി എ ബെറ്റർ പേഴ്സൺ. ഇത് എന്നോടും ചോദിച്ചിട്ടുണ്ട് ഒരാൾ വന്നിട്ട്. ഞാൻ അതുകൊണ്ടാണ് ഈ കാര്യം പറയാം. സാറിന്റെ അത്രയും ഞാൻ ഇപ്പൊ ഇച്ചിരി കഷണ്ടിയൊക്കെ ആയിക്കോട്ടോ, കുറച്ചും കൂടെ സൗന്ദര്യമൊക്കെ ഉള്ളത് കിരണൊക്കെ അറിയും. എന്നോട് സാറിന്റെ അത്രയും സൗന്ദര്യം എന്നോട് ഒരാൾ വന്ന് ചോദിച്ചാണ്. ഞാനിങ്ങനെ സാറിന്റെ അത്രയും സൗന്ദര്യവും നീളവും മണ്ണും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തിയേനെ. അതിനോട് അവനൊരു വാക്കും കൂടെ പറഞ്ഞു. ഇതാണ് അവൻ പറഞ്ഞത്. പക്ഷെ പാസ്കലിന്റെ അടുത്ത് ഇത് ചോദിച്ചത്, ഇഫ് ഐ ഹാഡ് യുവർ ബ്രെയിൻസ് ഐ വുഡ് ബി എ ബെറ്റർ പേഴ്സൺ.
ശ്രദ്ധിച്ച് കേൾക്കുക. ജോർജ് സാറേ മനസ്സിലായോ? യൂബൽ ഹോട്ടൽ മായോ മനസ്സിലായോ? യൂബൽ ഹോട്ടൽ മായോ ആരാന്നറിയില്ല. പ്രദീപ്, GCR പ്രദീപ്, ഇവരെല്ലാം ഇപ്പൊ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് പെട്ടെന്ന്. ഇഫ് ഐ ഹാഡ് യുവർ ബ്രെയിൻസ് ഐ വുഡ് ബി എ ബെറ്റർ പേഴ്സൺ. അതിന് മിസ്റ്റർ പാസ്കൽ പറഞ്ഞ ഉത്തരം എന്താണെന്നറിയാം? ബി എ ബെറ്റർ പേഴ്സൺ, യു വിൽ ഹാവ് മൈ ബ്രെയിൻസ്. അപ്പൊ ഈ ബെറ്റർ പേഴ്സൺ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റഗ്രിറ്റി ഉണ്ടാവണം, കുറച്ച് എന്താ പറയാ വാല്യൂസ് ഉണ്ടാവണം, പിന്നെന്താണ് ക്യാരക്ടർ ഉണ്ടാവണം, പിന്നെ നമ്മുടെ എല്ലാമായ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. സോ ഐ റിപ്പീറ്റ്, ബി എ ബെറ്റർ പേഴ്സൺ ആൻഡ് യു വിൽ ഹാവ് മൈ ബ്രെയിൻസ്. മനസ്സിലായോ? സോ നിങ്ങളുടെ ടോട്ടൽ ക്വാളിറ്റിയിൽ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. സോ ബേസിക്കലി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇഫ് യു ക്യാൻ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഇഫ് യു തിങ്ക് യു ക്യാൻ ഓർ യു കാൺ, യു ആർ റൈറ്റ്. ഹെൻറി ഫോർഡ് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ക്ലാസ്സിലൂടെ എന്തെങ്കിലും പഠിക്കാൻ പറ്റും എന്നുള്ള മനസ്സോടെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ പഠിച്ചിട്ട് നിങ്ങൾക്ക് ജോലിയിൽ ഏർപ്പെടുത്താൻ പറ്റും. പക്ഷെ ഇഫ് യു ക്യാൻ, ഒന്നും ഇത് ബോറടിയാണ്. ഈ രാവിലെ എഴുന്നേറ്റ് രാവിലെ 8:30 മണിക്ക് എവിടുന്നോ വന്നേക്കുന്ന ഒരാൾ വന്ന് കുറെ സംസാരിച്ച സമയങ്ങളെ എന്റെ സമയങ്ങളെയാണ് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ചിന്ത തന്നെയാണ് നിങ്ങളുടെ പ്രവൃത്തിയിലും വരാൻ പോകുന്നത്. ഓക്കെ, ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ പല പല ഓർഗനൈസേഷനിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. വലിയ വലിയ ഓർഗനൈസേഷൻ ഈസ് നോട്ട് മെഷേർഡ് ബൈ വേജസ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ്. ഹയറ്റ് ആയിരിക്കാം, ഹിൽട്ടൺ ആയിരിക്കാം, നിങ്ങളെപ്പോലെ മഹാറാണി ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹിൽസ് പാർക്ക് ആയിരിക്കാം. എല്ലാ ഹോട്ടലിലും അവിടുത്തെ സാലറിയും അല്ല അവിടെ വർക്കിംഗ് കണ്ടീഷൻസിന് അല്ല ആൾക്കാർ മുൻപ്. നിങ്ങൾക്കും ഒരു പരിധി വരെ ആവാം, പക്ഷെ അവിടെയുള്ള ആൾക്കാരുടെ ഫീലിങ്സ്, ആറ്റിറ്റ്യൂഡ്സ്, റിലേഷൻഷിപ്സ് മാറ്റേഴ്സ് എ ഗ്രേറ്റ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ, എനിക്ക് മഹാറാണി എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ പറയാം. എന്നെ സംബന്ധിച്ചാൽ മഹാറാണി ഒരു പേരാണ്, പക്ഷെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് മഹാറാണിയെ റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കണ്ണൂരിൽ സമുദ്ര ഹോട്ടലിൽ ഒരു വ്യക്തി വന്നു, ആ വ്യക്തി എന്നോട് എങ്ങനെ പെരുമാറുന്ന അനുസരിച്ചിട്ടാണ് ഞാൻ ആ ഹോട്ടലിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നത്, അല്ലെ? ഓക്കെ, ഇനി ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഞാൻ കണ്ടേക്കുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയാം. പലപ്പോഴും ഐ കാണ്ട് ഡു ഇറ്റ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് പോയിരിക്കുന്നു. ഒന്നുമില്ല ഐ കാണ്ട് ഡു ഇറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഐ കാണ്ട് ഡു ഇറ്റ് എന്നും പരോക്ഷമായി കാണിക്കും, ബോഡി ലാംഗ്വേജിൽ കാണിക്കും, അല്ലെങ്കിൽ അത് ഐ കാണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്യാണ്ട് പോകും. എന്തുകൊണ്ടാണ് അവർ ചെയ്യാണ്ട് പോണേന്നുള്ള റീസണിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പറഞ്ഞാൽ, ഒന്ന്, they don't want to do it at any cost. They don't want to listen to you. നിങ്ങൾ തന്നെ നിങ്ങളുടെ കൂടെയുള്ളവരോ അല്ലെങ്കിൽ താഴത്തുള്ളവരെ പറയുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് ചിന്തിച്ചാൽ അവർക്ക് രണ്ട് റീസണേ ഉണ്ടാവുള്ളൂ. ശ്രദ്ധിച്ച് കേൾക്കുക, ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാണ്. ഒന്നെങ്കിൽ അവർക്കത് ചെയ്യണ്ട. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്തായിരിക്കും? രണ്ട് കാര്യമുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കി. നിങ്ങൾ എല്ലാവരും ഹോട്ടൽ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന നിങ്ങൾ തന്നെ ചിലപ്പോൾ നോ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, പലപ്പോഴും റീസൺ 90% ഈ ഫസ്റ്റ് റീസൺ ഞാൻ പറഞ്ഞാണ്. എന്താണ്? they don't want to do it. മടി അല്ലെങ്കിൽ ഈഗോ. രണ്ടാമത്തെ റീസൺ എന്തായിരിക്കും? പറഞ്ഞേ, അബ്ദുൾ ബഷീർ സാർ ഒന്ന് പറയൂ. ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? ഉണ്ട് സാറേ. എന്തായിരിക്കും? അവർക്ക് അതിന് താല്പര്യക്കുറവായിരിക്കും സാർ. അല്ല, താല്പര്യമില്ലാത്ത കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. രണ്ടാമത്തെ എന്താ? അറിവില്ലായ്മ കൊണ്ട് വന്നു സാർ. അതാണ്. വെരി ഗുഡ്. അതാരാ പറഞ്ഞേ? ഒരു ഗൈഡ് കൊടുത്ത എല്ലാവർക്കും. മഞ്ജുനാഥ്, അറിവില്ലായ്മ കൊണ്ടാണ്. ബിക്കോസ് either they are saying, ഇതാണ് ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഞാൻ സ്പെസിഫിക് ആയിട്ട് എന്റെ ഇൻഡസ്ട്രിയിൽ പലപ്പോഴും നമ്മളോട് പറയുമ്പോൾ ആൾക്കാർ പല രീതിയിൽ ചെയ്യാം സാർ, എന്നിട്ട് ചെയ്യൂല. ആ ചെയ്യാൻ പറയുന്ന വാക്കിൽ തന്നെ നമുക്കറിയാം അവൻ ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പ്രശ്നമാണ്. അത് നമുക്കത് ഡീൽ ചെയ്യണം. HR ഒക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ച് എന്തുകൊണ്ട് അവൻ ചെയ്യുന്നില്ല, അവൻ എന്തെങ്കിലും വാല്യൂ ഇഷ്യൂ ഉണ്ടോ, ഓക്കെ, അത് എന്റെ ജോലിയിൽ പെടുന്നതല്ല, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അത് നമ്മൾ സംസാരിച്ച് തീർക്കേണ്ട ഒരു കാര്യം. അതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, കേട്ടോ. പക്ഷെ മറ്റേതാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ. ഇന്ന് പലരും പല മേഖലയിലും എങ്ങനെയെങ്കിലും എത്തിപ്പെടുന്ന ഒരു മേഖലയായി വരുന്ന ഹോസ്പിറ്റാലിറ്റി, ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ഒരു കോളേജിൽ പഠിച്ചിട്ട് വരുന്നത്. അപ്പൊ പല ഇൻഫോർമേഷൻസും അവർക്ക് അറിയില്ല. അപ്പൊ ഇൻഫോർമേഷൻസ് അറിയില്ലെങ്കിൽ നമ്മൾ അത് പറഞ്ഞു കൊടുക്കേണ്ട ചുമതല നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഒന്ന്. രണ്ട്, നമ്മളത്
നമുക്കും അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ എല്ലാവരും ചേർന്ന് പഠിക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട്. ഇത് നമ്മൾ ചെയ്യാത്തിടത്തോളം കാലം നമ്മുടെ ഇൻഡസ്ട്രി ആരോ ശബ്ദം ഒന്ന് അടച്ചു വെക്കണേ. അങ്ങനെ ഉള്ളിടത്തോളം കാലം നമ്മളത് പഠിക്കാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനും നമ്മൾ ചേർന്ന് പഠിക്കാനും താല്പര്യം ഇല്ലാത്തടത്തോളം കാലം ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്നും തലവേദനയാണ്. നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? എഗ്രി ചെയ്യുന്നുണ്ടോ? അപ്പൊ അതിന് ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും അതൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിലേ പഠിക്കുള്ളൂ. എനിക്ക് താഴെ നിന്ന് ഒരാളുടെ നിന്ന് പഠിക്കണം. ഫോർ എക്സാമ്പിൾ, ഇന്നത്തെ ഏറ്റവും വലിയ ചലഞ്ച് ഹോട്ടലിയേഴ്സിന് ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. എല്ലാവരും സോഷ്യൽ മാർക്കറ്റിംഗിൽ പോകുന്ന കാര്യമാണ്. ചിലപ്പം ഞാനായിരിക്കാം, നമ്മുടെയൊക്കെ ഒരു 40+ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും വലിയ ചലഞ്ചാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിട്ടുള്ള ഒരു റീൽസ് ക്രിയേറ്റ് ചെയ്യുക, അത് എഡിറ്റ് ചെയ്യുക, അത് പ്രോപ്പർലി പോളിഷ് ചെയ്യുക. നമ്മൾ ഈ കൊച്ചു പിള്ളേർ ചെയ്യുന്ന ഒരു ലാഘവത്തോടെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അപ്പൊ ആ കാരണം പറഞ്ഞ് എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞിട്ട് കൊച്ചു പിള്ളേരുമായിട്ട് കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നത്, ഇൻസ്റ്റയെ കുറിച്ച് ഒരു 10 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് എവിടെ നിന്ന് പഠിക്കും? നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഏറ്റവും യങ് റിസോഴ്സിന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാനുള്ള നല്ല മനസ്സുണ്ടാകും. പക്ഷെ അവനും തോന്നണം എന്റെ സാറിനെ പഠിപ്പിച്ച അവന് ഗുണമുണ്ടാകും. ഇതിപ്പോ എന്താണെന്നറിയാം, കുറച്ച് ആശാരിമാരാണ് മുഴുവൻ പറഞ്ഞു കൊടുക്കത്തില്ല. നമ്മൾ അതൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. ഷെഫുമാർ ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം എടുത്ത് പോയപ്പോഴത്തേക്ക് ഒരു കൊച്ചു പയ്യനെ കൊണ്ട് ഇട്ടേക്കുന്നത്. ഷെഫ് മുട്ട് നിറച്ച് 55 വയസ്സുള്ള ഷെഫാണ്. ഷെഫ് ഓർഡറിംഗ് ആണ്. ഷെഫ് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന അവന്റെ ആദ്യത്തെ 2 ദിവസം അവനൊന്ന് പറയാം എങ്ങനെ ഒരു സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും. അയാളുടെ എക്സ്പീരിയൻസ് അവിടെ ഷെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം, വെജിറ്റബിൾസ് ഇങ്ങനെ ചെയ്യണം, ഉള്ളി ഇങ്ങനെ അരിയണം, ആദ്യം എന്ത് ചെയ്യണം. ആ ഒരു ഗൈഡൻസ് മേക്സ് ലോട്ട് ഓഫ് ഡിഫറൻസ്. നിങ്ങൾ എത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. ഇനിയിപ്പം പറയും, സാർ എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല. മുഖത്തെ ഞാൻ കേൾക്കുന്ന വാക്കാണേ, നിങ്ങൾ എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്തിനു പഠിപ്പിക്കണം എന്ന്. പക്ഷെ അത് ലോങ് ടേം നിങ്ങൾ ആലോചിക്കുന്നില്ല. ഒരു വ്യക്തി വികസനത്തോടെ അയാൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗുണമാവും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ വേറെടുത്ത് അയാളും പറയും, അബ്ദുൾ ബഷീർ സാർ പഠിപ്പിച്ച കാര്യങ്ങളുണ്ടോ, ഞാൻ മറക്കണേ ഇല്ല ആ സാറിന്. അയാൾ ഓർക്കും, അറിഞ്ഞോ അറിയാതെ 10 പ്രാവശ്യം അയാൾ പറയും. അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾക്ക് മനോഹരമായിട്ട് വരാൻ പറ്റും. സോ ഏതിന്റെയും ഫൗണ്ടേഷൻ ഈസ് ആറ്റിറ്റ്യൂഡ്. അപ്പൊ ആറ്റിറ്റ്യൂഡ് എന്താണ് ആറ്റിറ്റ്യൂഡ്? ഞാൻ ഇതൊന്ന് എല്ലാവരും ഒന്ന് വായിക്കാമോ? വാട്ട് ഈസ് ആറ്റിറ്റ്യൂഡ്? എല്ലാവരും മനസ്സൊന്ന് വായിച്ചാൽ മതി. വായിച്ചാ? നിങ്ങളുടെ റെസ്പോൺസ് ആണ് പീപ്പിൾ, പ്ലേസസ്, തിങ്സ്, ഇവന്റ്സ് ഇൻ ലൈഫ്. 2 എണ്ണം ഉണ്ട്. നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ നിങ്ങൾ വന്നിരിക്കുന്നതാണ്. അപ്പം വ്യൂ പോയിന്റ്സ് ആണ്. പക്ഷെ അതൊക്കെ ചിലതൊക്കെ നല്ലത് ചീത്ത, അതെല്ലാം മാറ്റണം. ഓക്കെ, നിങ്ങൾ എന്നെ കുറിച്ചൊരു അഭിപ്രായമുണ്ട്, നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല, ആദ്യമേ ആരൊക്കെ പറഞ്ഞു ഇവൻ ശരിയല്ല എന്ന ആ ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങൾ എന്നോട് പെരുമാറുന്നത്. ഇത് തന്നെയാണ് സംഭവിക്കുന്നത് പലപ്പോഴും. ആദ്യമേ ജോലിക്ക് കയറുമ്പോഴത്തേക്ക് അടുത്തുള്ള മാനേജർ എങ്ങനെയുണ്ടോ മാനേജർ, അയാള് ഭയങ്കര മൂശയായിട്ട് രാവിലെ ചില ദിവസം അയാള് വന്ന് കയറിയ തുടങ്ങും, ഇവിടെ താണ്ടത് നിർത്തുക. അപ്പൊ അയാളെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒരുത്തം പറഞ്ഞു കൊടുക്കുന്ന ഈ ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ മറ്റുള്ളവരോട് വരുന്ന മാനേജറിനോട് പെരുമാറുന്നത്. somebody has feeded in us. അത് ശരിയാണോ? അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. അതെന്താണ്? നിങ്ങളുടെ ഒരു ആദ്യത്തെ ഒരു മാനേജർ നിങ്ങളെ മോശക്കാരനായി, നിങ്ങളെ വളരെ ഭയങ്കര മാനസികമായി പീഡിപ്പിച്ചു. എല്ലാ മാനേജർമാരും അങ്ങനെ ആവണമെന്നുണ്ടോ? ഇല്ല. നമ്മൾ അവരുമായിട്ട് ഇടപെടുന്നത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതെ. അപ്പൊ അതാണ് കറക്റ്റ്. അപ്പൊ ഇടപെടുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇടപെടലിൽ കുറച്ച് നല്ല കാര്യങ്ങൾ വേണ്ടേ? നമ്മളൊരു നെഗറ്റീവ് അടിച്ചിരിക്കുന്ന മനുഷ്യരാണ്. നമ്മുടെ പ്രവൃത്തികൾ അങ്ങനെയാണെങ്കിൽ ഒരു മാനേജർ നിങ്ങൾ ഇഷ്ടപ്പെടുവോ? ഇല്ല. പലപ്പോഴും ആറ്റിറ്റ്യൂഡ് മാറ്റണം. ആറ്റിറ്റ്യൂഡ് മാറ്റാനാണ് നമ്മൾ ഇന്ന് പലപ്പോഴും ഞാൻ ഇത് പറയാൻ കാര്യം, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ മാനേജർമാര് അവർക്ക് എല്ലാ പ്രശ്നത്തിനും സൊല്യൂഷൻ ഉണ്ടെന്ന് ചിന്തിക്കുന്നവരാണ്. ഓക്കെ, എല്ലാ ആൾക്കാരുണ്ട്. ചിലർ റെസ്പോൺസിബിലിറ്റി എടുക്കും, ചിലർ റെസ്പോൺസിബിലിറ്റി എടുക്കത്തില്ല. റെസ്പോൺസിബിലിറ്റി എടുത്ത ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യാൻ സ്റ്റാഫ് ഉണ്ടാവില്ല. ഓക്കെ, ഓരോരുത്തരെ കുറിച്ച് നമ്മൾ തന്നെ ഓരോ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കണം. ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് നമ്മുടെ പേഴ്സൺസ് വ്യൂ പോയിന്റ് ആണ്. അയാൾ അങ്ങനെയാണ്, അയാൾ ഈ പറച്ചിലേ ഉള്ളൂ, അയാളെ കൊണ്ട് ഒരു കാര്യമില്ല എന്ന് നമ്മൾ തന്നെ 10 പേരോട് പറയും. നമ്മുടെ പിടിപ്പുകേടാണ് അയാളിൽ നമ്മൾ കാണുന്നത്. അയാളുടെ വിഷമം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒരു ഓർഗനൈസേഷന്റെ വിഷമം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഓർഗനൈസേഷനിൽ ഏറ്റവും വലിയ ചലഞ്ചാണ് നിങ്ങൾക്ക് 1-ാം തീയതി തൊട്ട് 10-ാം തീയതിക്കുള്ള സാലറി തരുന്നത്. ആ ചലഞ്ച് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ നല്ലൊരു മസ്റ്റ് എംപ്ലോയി ആണ്. ഞാൻ കൂടെ നിൽക്കണം, പ്രവർത്തിക്കണം. നിങ്ങൾ ചിന്തിക്കുന്നതാണ് എന്തുമാത്രം പ്രോഫിറ്റ് ഉണ്ടാകും, ഈ പ്രോഫിറ്റ് എങ്ങനെ വരുന്നതെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പൊ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റണം. നമ്മളുടെ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആറ്റിറ്റ്യൂഡ് മാറ്റണം. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റണം. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ലെങ്കിൽ ഇതെല്ലാം നിങ്ങളെ ബാക്ക്ഫയർ ചെയ്യും. മാനേജർക്ക് എന്താ വലിയ കഴിവുണ്ട്? ഗസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, എനിക്ക് തന്നെ സംഭവിച്ചിട്ടുണ്ട്.
ആ ഇന്നലെ എന്നെ ദേഷ്യപ്പെട്ടില്ല പിന്നെ സാർ FAB സർവീസിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ HR-ലൊക്കെ ഇട്ട് വന്നത്. അപ്പം ഞാൻ ഒരു പയ്യൻ കാണിച്ച് കറക്റ്റായിട്ടൊരു ഇത് കാണിച്ചുകൊണ്ട് നമ്മുടെ ഹോട്ടൽ ഇൻഡസ്ട്രി നമ്മൾ വഴക്ക് പറയുന്ന സാഹചര്യമാണ്. ആ വഴക്ക് പറയുന്നത് പേഴ്സൺ അല്ല, സിറ്റുവേഷൻ ആണ്. അതായത് എനിക്കൊരാളെ ഇഷ്ടപ്പെടും, നമ്മൾ ആ സിറ്റുവേഷൻ നീ എന്തുകൊണ്ട് അത് കാണിച്ചു, ഇത് തെറ്റായിപ്പോയി എന്ന് പറയുമ്പോൾ ഇത് പാരയായിട്ട് വരുമ്പോൾ എങ്ങനെയാ പറയുക? ഞാൻ കേട്ടാണ് അബ്ദുൾ ബഷീർ സാറിനെ ഞാൻ വഴക്ക് പറഞ്ഞു. അബ്ദുൾ ബഷീർ സാറ് അടുത്ത ദിവസം എന്താ ചെയ്യുന്നറിയാം? മനഃപൂർവ്വം കൊണ്ട് ഒരു കസ്റ്റമറിന്റെ അടുത്ത് പറഞ്ഞു അവനെ ഹാൻഡിൽ ചെയ്യാനേ ഉള്ളൂ, അല്ലെങ്കിൽ അബ്ദുൾ ബഷീർ സാറിനെ ഹാൻഡിൽ ചെയ്യാനേ ഉള്ളൂ പറയില്ല. Sir, you talk to my manager. Correct ആണ്. ഇത് ഞാൻ അനുഭവിച്ചാണ്. You talk to the manager. എന്തുകൊണ്ട് അപ്പൊ എന്താണ് എനിക്കൊരു പണി തരണം, ഇന്നലെ വഴക്ക് പറഞ്ഞതിന്റെ ദേഷ്യം ഇയാൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന കാണണം. വലിയ ഗുണാഷ്ട പറഞ്ഞു. പിന്നെ ഏറ്റവും വലിയ കുശുമ്പത്തരം അതിനകത്തുണ്ട് കേട്ടോ. എന്നെ കേട്ടോ 5000 രൂപ സാർ കൂടുതൽ മേടിക്കുന്നില്ല, സാർ അനുഭവിക്കും. Is it the right attitude? No, sir. It is the basic problem of the staff. Many staff I've seen. That's the irony of ഒരു ടീം വർക്ക് ഇല്ല അവിടെ. നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ എല്ലാവരുടെയും പ്രശ്നമാണോ? നിങ്ങൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ? ഹോട്ടലില് കൈ ഒഴിഞ്ഞ എല്ലാം തട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്നവൻ ഒരു പ്രശ്നം വരുമ്പോൾ എന്തെങ്കിലും റീസൺ ഹൗസ് കീപ്പിംഗ് ഇടോ, അത് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഹോട്ടലിൽ ഗസ്റ്റ് വരണ അറിയേണ്ട ആവശ്യമില്ല ഫ്രണ്ട് ഓഫീസ് ആണ് ഹൗസ് കീപ്പിംഗ് ആണോ എന്നുള്ളത്. അവരെ സംബന്ധിച്ചോളം നിങ്ങൾ എല്ലാവരും ആണ് ആ ഹോട്ടല്. അവിടെ ഞാൻ എന്ന വ്യക്തിക്ക് ഒരു സ്ഥാനമില്ല. അത് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. എനിവേ, ഞാനൊരു കഥയും കൂടെ പറയട്ടെ. എങ്ങനെയുണ്ട് ക്ലാസ്? ബോറടിക്കുന്ന? രാവിലെ എഴുന്നേറ്റ് നിങ്ങളെ ബോറടിപ്പിക്കുന്ന? ഇല്ല സാർ. നല്ല ക്ലാസ്സാണ്. ഓക്കെ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ് ഇൻ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി. അതിപ്പോ ഞാൻ അടച്ചു പറയണമെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് എല്ലാ ഇൻഡസ്ട്രിയിലും. പക്ഷെ 100% ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ it is easy to train someone to do a job, but very hard to train someone with a poor attitude to be highly motivated. നമുക്ക് അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുക. ഒരാളെ പഠിപ്പിച്ചു കൊടുക്കാം, പക്ഷെ അവനൊരു താല്പര്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതൊരു ആറ്റിറ്റ്യൂഡ് അല്ലേ? ഇവിടെ ഇരുന്ന് ഞാൻ ഇതിനകത്ത് തന്നെ ഞാൻ പറയാം, ഞാൻ പല ക്ലാസ്സിലും ഓൺലൈൻ ഓഫ്ലൈൻ ഒക്കെ എടുക്കുമ്പോൾ നമ്മള് 20 പേരിൽ 12 പേര് നല്ല സ്മാർട്ട് പിള്ളേരായിരിക്കും, അല്ലെ സ്മാർട്ട് മധ്യവയസ്കരായിരിക്കും. അവർ പഠിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. അവര് മോട്ടിവേറ്റ് ചെയ്ത് അവർ എൻ്റെ അടുത്ത് ബന്ധപ്പെടും. ഇന്ന് നിങ്ങൾക്കും എന്നെ ബന്ധപ്പെടാം, എന്റെ നമ്പർ തരാം, എന്നെ ഇൻസ്റ്റാഗ്രാം. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, പ്ലീസ്, ഞാനത് ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഒരിക്കലും സമൂഹത്തിൽ അങ്ങ് അറ്റമുള്ള ആൾക്കാരല്ല. നിങ്ങളുടെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏറ്റവും വലിയ മനോഹരമായിട്ട് ജോലിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വിശ്വാസം തന്നെയാണ് എനിക്കിന്ന് വേണ്ടത്. കാരണം വെച്ചാൽ അന്നം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതിൽ നിങ്ങൾ ആ ജോലിയിലാണ് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അന്നം എന്ന് പറഞ്ഞ ഭക്ഷണമല്ല, സർവീസ് പണ്ട് തൊട്ടേ ഉള്ളതാണ്. നമ്മുടെ സംസ്കാരം തന്നെ അത് പറയുന്നുണ്ട്, അല്ലെ? ഷെൽട്ടേഴ്സ്, വഴിയോര കടകൾ, അവിടെ എന്താണ് നല്ല വൃത്തിയും വെടുപ്പമുള്ള ഒരു സ്ഥലം കിടന്നുറങ്ങാനും അവിടെ ഭക്ഷണശാലകൾ ഒരുക്കിയ ആൾക്കാരുണ്ട്. ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കുന്നുണ്ട്. വഴിയ അമ്പലങ്ങൾ. അപ്പൊ നമ്മുടെ ഹെറിഡിറ്ററി തന്നെ അങ്ങനെയാണ്. മനസ്സിലായില്ലേ? അതിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് ഞങ്ങൾക്ക് വിലയില്ല സ്ഥലത്ത് ഞങ്ങൾ വർക്ക് ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മുടെ അധപ്പനം തുടങ്ങുന്നു. അധപ്പനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഓക്കെ, ഇറ്റ് ഈസ് ദാറ്റ് വൺ തിങ് ദാറ്റ് മേക്സ് ബിഗ് ഡിഫറൻസ്. ഇതൊക്കെ ഞാൻ ഇച്ചിരി അടിച്ചിട്ട് പോകുന്നതാണ്. ഓക്കെ, ഞാന് ഒരു ഇതും കൂടെ പറയട്ടെ. ഒരു ബേസിക്കലി ഒരു വലിയ നടന്ന സംഭവമാണ്. വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയൊരു ഷൂ കമ്പനിക്ക് ഒരു ഓർഡർ കിട്ടി. ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്. ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ ഇന്ന് പറയുന്ന ആഫ്രിക്ക എന്നല്ല, ഇവിടുന്ന് അവിടെ പോകുന്നത് തന്നെ വലിയ കാര്യമുള്ള പ്രശ്നമുള്ള സമയമാണ്, 1950-കൾ. അപ്പം അവിടെ ചെന്ന് എത്തിപ്പെടാന്ന് വലിയ കാര്യമാണ്. അവിടെ വെള്ളമില്ല, അസുഖങ്ങൾ ഒരുപാട്. ഈ കമ്പനിയുടെ 2 സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ ഒരു സെയിൽസ് മാനേജർ വിളിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ ഈ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചോളുക. ഞാൻ ഈ പറയുന്ന കൂട്ടത്തില് 2 സെയിൽസ് എക്സിക്യൂട്ടീവ് വിളിക്കുന്നു. 2 സെയിൽസ് എക്സിക്യൂട്ടീവിനെ അവിടെ വിടാൻ മാനേജർ ആഗ്രഹിക്കുന്നു. മാനേജർ വിടുന്നു. ഇവർ കഷ്ടപ്പെട്ട് അവിടെ ചെല്ലുന്നു. ആദ്യത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, സാറിനോട് ആരാ ഇവിടെ വരാൻ പറഞ്ഞത്? ഇത് റോങ് ഇൻഫർമേഷൻ ആണ്. ഇവിടെ ഒരുത്തന്മാരും ഷൂസ് ഇടുകയാണ്. എന്നിട്ടാണ് നമ്മൾ വലിയ ഇവിടുന്ന് കയറ്റുമതി ഷൂസ് ഒക്കെ കൊണ്ടുവരുന്നത്. സാറിന് റോങ് ഇൻഫർമേഷൻ. എന്തായാലും സാർ എന്നെ വിട്ടു. പട്ടിണിയാണ്, ഇവിടെ ഭക്ഷണം പോലും ഇല്ല. അവിടെ മുഴുവൻ ഈ പറഞ്ഞ ഒരു ഡെവലപ്മെന്റ് ഇല്ലാത്ത കൺട്രിയിൽ എന്നെ കൊണ്ട് വന്നത് തന്നെ വലിയ കഷ്ടപ്പാടാണ്.
വെള്ളവും ഇല്ല, വെക്കാനുമില്ല, കഴിക്കാനുള്ള സ്ഥലവും ഇല്ല. ആ പടം സാർ ഞാൻ എന്തായാലും 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരിക സാർ. ഫസ്റ്റ് സെയിൽസ് എക്സിക്യൂട്ടീവ് പറഞ്ഞു. രണ്ടാമത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് ഉടനെ വിളിച്ചു, സാർ ഓ എന്ത് മനോഹരമായ സ്ഥലമാണ് സാർ. ഇവിടെ അധികം നമ്മുടെ ബോംബെ പോലെ അല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ അധികം ബിൽഡിംഗ് ഒക്കെ വരുന്നേ ഉള്ളൂ, തുറന്നായ സ്ഥലങ്ങൾ. ഏറ്റവും മനോഹരമായ കണ്ടത് ഇവിടെ ആരും ഷൂസ് ഇടുന്നില്ല. ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയത് ഈ ഷൂസ് എന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ച് ആർക്കും ഒന്നും അറിഞ്ഞും നോക്കി. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നല്ലൊരു മാർക്കറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു സാർ. നമ്മൾ എത്രയും വേഗം നമ്മുടെ ഫാക്ടറിയിൽ പറഞ്ഞിട്ട് ഷൂസിന്റെ പ്രൊഡക്ഷൻ കൂട്ടി ആദ്യത്തെ ഒരു ലോഡ് ഇവിടെ കൊണ്ടുവരണം എന്നാണ് എന്റെ അഭിപ്രായം സാർ. ഈ 2 സെയിൽസ് എക്സിക്യൂട്ടീവ്സിന്റെ കഥയാണ് ഞാൻ പറയുന്നത്. നടന്ന സംഭവമാണ്. 1950 ഒരു പ്രമുഖമായ ഇത് വന്നേക്കുന്ന ഒരു ഇതാണ്. ഇതിൽ ഏത് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരിക്കും നല്ല ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് നിങ്ങളുടെ അഭിപ്രായത്തില്? സെക്കൻഡ് സെയിം സിറ്റുവേഷൻ അല്ലേ? സെയിം സിറ്റുവേഷൻ ആണ് രണ്ടുപേരും. ആ സിറ്റുവേഷൻ അയാൾ എങ്ങനെ കണ്ടത് ഓപ്പർച്യൂണിറ്റി ആക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ശ്രീനിവാസൻ സാറേ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? വീട്ടിലെ കാര്യങ്ങള് ഡിസ്റ്റർബ് ആക്കണോ ഞങ്ങളെ? അപ്പൊ നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ ഒന്ന് ആലോചിച്ചു, നിങ്ങളൊരു പ്രോബ്ലം നിങ്ങളുടെ കിച്ചണിൽ സംഭവിച്ചു. ആ പ്രോബ്ലം നിങ്ങൾക്ക് നെഗറ്റീവ് ആക്കാം, പോസിറ്റീവ് ആക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് ആ പൊസിഷൻ പ്രോബ്ലം. ഇന്ന് പക്ഷെ സമയമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് ഇത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ഒരു പ്രോബ്ലം ഒരു പോസിറ്റീവ് ആക്കാം, നെഗറ്റീവ് ആക്കാം. അതുപോലെ തന്നെ അത് ഒരു എങ്ങനെയാണ് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഞാൻ അടുത്തടുത്തൊരു കടയിലേക്ക് പോയിരുന്നു കേട്ടോ. ഇതേ ഒരു എക്സാമ്പിൾ ആണ്. ഒരു വെയിറ്റർ ഞാൻ പൂരി കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പെൺകുട്ടിയാണ്, ലേഡിയാണ്. ഞാൻ പറഞ്ഞു ഭയങ്കര എണ്ണയാണല്ലോ ഇതിന്. അപ്പം എന്റെ റെസ്പോൺസ് എങ്ങനെയാണെന്നറിയാം. ആ പുള്ളിക്കാരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ അത് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് ആണ് സാർ, വാക്കുകളാണ് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് ആണ്. അതായത് ഇൻഡയറക്ട്ലി എൻ്റെ അടുത്ത് പറയാണ് വേണമെങ്കിൽ കഴിച്ചിട്ട് പോയിക്കോളൂ അല്ലേ? കറക്റ്റ് അല്ലേ? ഹലോ, അതെ. ഇനി ഇതേ ഇൻസിഡന്റ് തന്നെ ഇതേ റെസ്റ്റോറന്റ് തന്നെ ഞങ്ങളുടെ അടുത്താണ്. ഞാൻ താമസിക്കുന്ന സ്ഥലത്തായത് ഞങ്ങൾ ഈ ഞായറാഴ്ചകൾ പള്ളി കഴിഞ്ഞ് പോയി കഴിക്കാൻ പറ്റുന്ന സ്ഥലമായിട്ട് ഞങ്ങൾ അവിടെയാ പോണത്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ. ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ ഞാൻ ഇതേ ഒരു വേറൊരു ആളോട് പറഞ്ഞു അവിടെ ഇത്. അപ്പം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, അയാൾ പക്ഷെ പുതിയ ആളാണ് കേട്ടോ. അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ സാർ ഒരു കടി കഴിച്ചിട്ട് എന്നോട് പറയാൻ മേലായിരുന്നു, ഞാനൊന്ന് ചേഞ്ച് ചെയ്ത് തരായിരുന്നല്ലോ. അറിയിച്ചു നോക്കുന്നു. പുതിയ ആളാ, അയാൾ വന്നിട്ട് 2 ആഴ്ച ആയുള്ളൂ. ഞാൻ പറഞ്ഞു, ഇതിൽ ഏത് സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും? രണ്ടാമത്തെ. കസ്റ്റമർ വിൻ ചെയ്തില്ലേ? അപ്പൊ ഞാൻ ഈ ചോദ്യം ചോദിച്ചേ. ഞാൻ ചോദിച്ചോ, തനിക്ക് ബുദ്ധിമുട്ടാവില്ലേ? താൻ വന്നിട്ട് 2 ആഴ്ച എടുത്താൽ നേരെ കൊണ്ട് സാധനം കൊണ്ട് താഴെ അകത്ത് ഷെഫിന്റെ അടുത്ത് പോകുന്നു. ഷെഫ് നിങ്ങൾക്ക് രാവിലെ തന്നെ നിങ്ങൾ ഒന്നാമത് പുതിയ ആള്, നിങ്ങളെ കുറെ ക്ലാസ് എടുക്കും. ഇങ്ങനെ 10 ഓർഡർ മാറ്റാൻ തന്നെ ഞാൻ നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടി കുക്ക് ചെയ്യാൻ പറ്റുന്ന സമയമുള്ളൂ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയുന്നു ചോദിച്ചു. ആ ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കുക, നിങ്ങളൊന്ന് ഉത്തരം പറഞ്ഞേ. സാർ നമുക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് കസ്റ്റമേഴ്സിനാണ്. അത് ഷെഫിന് പറഞ്ഞ് മനസ്സിലാക്കില്ല വേണ്ടേ? വേണം, കറക്റ്റ് ആണ്. അത് നിങ്ങളെ പോലെ, നിങ്ങളൊരു മാനേജർ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നിങ്ങളെ പോലെ ഒരു വെയിറ്റർ ആണെങ്കിൽ, ഒരു ബാർമാൻ ആണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ഷെഫ് പറയുന്നത് പറ്റില്ല എന്ത് ചെയ്യാൻ പറ്റും? സിറ്റുവേഷനിലെല്ലാം ആലോചിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് അല്ലേ? ശരിയല്ലേ? അല്ലേ? ഇവിടെ ഞാൻ എല്ലാവർക്കും ഇങ്ങനെ കസ്റ്റമൈസ് ആയിട്ട് ഉണ്ടാക്കാൻ തന്നെ കഴിഞ്ഞാൽ ഞാൻ ഇത് മാത്രമേ ചെയ്യുള്ളൂ. താൻ പോയി പറഞ്ഞു തന്റെ കുഴപ്പമാണ് താൻ പറഞ്ഞ് മനസ്സിലാക്കാത്തെന്ന് തിരിച്ചടിച്ചാല്. പക്ഷെ പറയണം, പറഞ്ഞേ പറ്റുള്ളൂ. ഇപ്പൊ കസ്റ്റമർ ഇല്ലെങ്കിൽ നിങ്ങളില്ല, നിങ്ങളുടെ ഓർഗനൈസേഷൻ ഇല്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഞാനൊരു സൊല്യൂഷനോട് പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ശ്രമിക്കുക. ആദ്യം തൊട്ട് ഷെഫിനെ വിളിച്ച് പുറത്തിറക്കി അങ്ങനെ കൊണ്ട് സ്കേപ്പ് കോട്ടായിട്ട് ഇടരുത്. നിങ്ങൾ ശ്രമിക്കുക. സാർ ഒരു ജെനുവൻ കംപ്ലൈന്റ് ആണെങ്കിൽ, മനസ്സിലായി? ജെനുവൻ കംപ്ലൈന്റ്, എണ്ണ കൂടുതലുണ്ട്, ചെറിയ സംഭവിക്കാം, അല്ലെങ്കിൽ ഉപ്പ് കൂടുതലുണ്ട്. ഓക്കെ, ഓളെ ഇതേ സംഭവം തന്നെ ഞാൻ അടുത്ത് ബാംഗ്ലൂരിൽ പോയപ്പോണ്ടത് ചെറിയൊരു കട, യുനോ, ആൻഡ് ദാറ്റ് ഹാപ്പൻസ് ടു മലയാളി. ഞാൻ പറഞ്ഞു വായി വെക്കാൻ പറ്റുന്നില്ല കടലക്കറി. ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, നമുക്ക് അവിടുത്തെ കന്നഡ അറിഞ്ഞോളൂ. ഭയങ്കര സോൾട്ടാണ്. അയാള് കേട്ട പാടി കേൾക്കാത്ത പാടി അയാള് എടുത്തോണ്ട് പോയി തിരിച്ച് മാറ്റി വെക്കും. ഒരു ചോദ്യം ഒന്നുമില്ല. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു സോറി പറയണം. ഞാൻ സർപ്രൈസ്ഡ് ആയിപ്പോയി. ഞാൻ പറഞ്ഞു ഭയങ്കര ഉപ്പാണല്ലോ എന്റെ മോൻ പറഞ്ഞു. ചോദ്യങ്ങളൊന്നും ഇല്ല അതിനകത്ത്. സോ
ഇതേ സംഭവം ഞാൻ പറയാൻ കാര്യം അയാൾ അകത്ത് നിന്നപ്പോ അവിടെ ഇരിക്കുന്ന ഒരു പഠിപ്പും വിവരവും ഇല്ലാത്ത ഒരു ആളാണെന്ന് തോന്നുന്നു. അയാൾ ഭയങ്കര ഒച്ച. ഇവൻ അയാളൊന്നും കേട്ടില്ല. ഇയാൾ പറഞ്ഞതെന്നറിയാം, ഹിന്ദിയിൽ പറയണം, ഭായ് मैंने भी टेस्ट किया, आप भी टेस्ट कर दो, इसमें थोड़ा सा चम्मच ज्यादा है, आप जरा എന്ന് പറഞ്ഞിട്ട് അവനെ ഹിന്ദിയിൽ പറയും. അപ്പൊ ഈ അവിടെ ഒരു ഹാൻഡ്ലിംഗ് ആണ്. ദേഷ്യപ്പെട്ടുന്നില്ല, ഞാൻ എഗ്രി ചെയ്യുന്നു. അയാൾ പറഞ്ഞു നമ്മള് അയാളോട് താഴ്മയോടെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഈ റിക്വസ്റ്റ് നിങ്ങളുടെ ഷെഫ് വേണ്ടെന്ന് പറ്റുമോ? പറയോ? പറ്റുമോ? ഇല്ല സാർ, കാരണം അവതരിപ്പിക്കുന്ന സ്റ്റൈലായിരിക്കും. നിങ്ങൾ ചെയ്യണം. അവതരിപ്പിക്കുന്ന സ്റ്റൈൽ എങ്ങനെ വരണം, അതിനൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം അല്ലേ? പക്ഷേ നിങ്ങൾ പറയണേ, ഈ ചിലവന്മാരുണ്ട്. ഇതിന്റെ വേറൊരു സിറ്റുവേഷൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഭക്ഷണം കടലക്കറി എന്നിട്ട് അടുത്ത് നിന്ന് ഒരാൾ തോന്നുന്നു, പറയാൻ ധൈര്യമില്ല കേട്ടോ, അടുത്തിരിക്കുന്നതിൻ്റെ അടുത്ത് തോന്നുന്നുണ്ട്, സാർ എന്നും ഈ കടലക്കറി കംപ്ലൈന്റ് ആണ് സാർ. അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്ന നമ്മുടെ സെയിം ആംഗിളുള്ള ആളുണ്ടാവില്ല അവിടെ, നമ്മുടെ കൂടെ തന്നെ അവിടുത്തെ കോമി മണ്ണുണ്ടാവില്ല. അവൻ്റെ അടുത്ത് പറയാം, എന്ത് വേടയെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, എന്നും ഇത് തന്നെ. ആരാടെ ഇത്? ഷെഫ് കൂടെ കേൾക്കാനാ പറയുന്നത്. ഇത് വെച്ചിട്ടാണ് ഷെഫിന്റെ അടുത്ത് എന്ന് പറയാം. ഷെഫ് നിങ്ങളെ വെച്ച് പൊറപ്പിക്കുവോ? അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ സുഹൃത്ത് നിങ്ങളെ ആദ്യം കുറ്റപ്പെടുത്തിയ സംസാരിക്കും. നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്കൂ. ഏട്ടാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് സോൾവ് ചെയ്യണം കേട്ടോ, ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എന്ന് പറഞ്ഞാൽ ശരി. കുറ്റപ്പെടുത്തി സംസാരിച്ച് ആരെങ്കിലും ചെയ്യോ? അവൻ ഡിഫെൻസ് ചെയ്യാവില്ലേ? അല്ല, അതല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണേ, അവിടെ ഹോട്ടലിൽ സംഭവിക്കണതല്ലേ? എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹൗസ് കീപ്പിംഗ് ക്ലീനിങ്. ഒരു ദിവസം ഇങ്ങനെ ഹൗസ് കീപ്പിംഗ് ക്ലീനിങ് പിള്ളേർ ചെയ്യാത്തപ്പം ഗസ്റ്റ് കംപ്ലൈന്റ് ചെയ്തിട്ട് പോയി നിങ്ങൾ നോക്കുക. നിങ്ങൾ നോക്കുക. എടാ പറയുന്ന ഗസ്റ്റ് പറയുന്നത് ശരിയാണെങ്കിൽ ഇവനെ കൂടെ കൊണ്ടുവന്ന് കാണിക്കുക. ആരോ വരച്ച് നശിപ്പിക്കുന്നുണ്ടല്ലോ, കുഴപ്പമില്ല. സോ ബേസിക്കലി അവനോട് പറഞ്ഞ് മനസ്സിലാടാ ഇങ്ങനെ കംപ്ലൈന്റ് ആണ്, മുഴുവൻ അവിടെ കിടന്നിട്ട് ഇത് നിങ്ങൾ ഡിഫെൻസീവ് ആവും കസ്റ്റമറിന്റെ അടുത്ത്. നിങ്ങൾ ആ ഡിഫെൻസീവ് നിങ്ങൾ താഴത്തോടും കാണിക്കുക അല്ലെങ്കിൽ മേലത്തോടും കാണിക്കുക. അതുകൊണ്ട് എന്താ, ഫുൾ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അണ്ടർസ്റ്റുഡ്? അപ്പൊ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ട സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒരുപാട് പോസിബിലിറ്റീസ്, ഓപ്പർച്യൂണിറ്റീസ് ലൈഫിൽ നിങ്ങൾ കാണാൻ പഠിക്കണം. ഇവിടെ മാത്രമല്ല, വർക്ക് ചെയ്യുന്ന കാര്യത്തിലല്ല, നിങ്ങളുടെ ജീവിതത്തിലായാലും ശരി. ഓൾറൈറ്റ്? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാർ എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കും. അതൊരു പ്രശ്നമായിട്ട് കാണാൻ പോലെ നമ്മളൊരു പ്രോബ്ലം സോൾവർ ആവും, പ്രോബ്ലം ക്രിയേറ്റർ അല്ല. ഇപ്പൊ സംഭവിക്കുന്നത് എന്താണെന്നറിയാം, നമ്മളെ ഒരു പ്രോബ്ലത്തിനെ കൂടുതൽ പ്രോബ്ലം ആക്കാൻ ശ്രമിക്കും. എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യും. ശരിയല്ലേ? അങ്ങനെ ആവരുത്. വീട്ടിലായാലും ശരി, നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് നമുക്ക് ചില സിറ്റുവേഷനിൽ നമ്മളെ ഇട്ട് പറക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ബോധർ ചെയ്യണ്ട. നമ്മുടെ ഉദ്ദേശം എന്താണ്? കസ്റ്റമർ ഹാപ്പിനെസ് ആണ് നമ്മുടെ ഉദ്ദേശം. എങ്കിൽ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ രീതിയിൽ നമ്മൾ ചെയ്യുക. അങ്ങനെയുള്ളപ്പോഴേ നല്ലൊരു ഹോസ്പിറ്റാലിറ്റി പ്രൊഫഷൻ ആവുള്ളൂ. അതിനുവേണ്ടി എന്താണ്, നല്ലൊരു ആറ്റിറ്റ്യൂഡ് വേണം. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയമായിട്ട് ചിന്തിക്കണം, ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണ്. ഓക്കെ, നിങ്ങൾ ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കും, നിങ്ങളുടെ കോൺഫിഡന്റ് ഉണ്ടാവണം. കോൺഫിഡൻസ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയാം ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി. എത്ര ദിവസമായി കുട്ടികൾ, നിങ്ങൾ എല്ലാവരും ഒന്ന് സ്ക്രീനിൽ വരാമോ? സ്ക്രീനിൽ വരാം എല്ലാവരും. പടപടപെടുന്ന സ്ക്രീനിൽ ഒന്ന് വന്നേ. ഹോട്ടൽ ലക്ഷോറിയ മഞ്ജുനാഥ് മാത്രമാണ് മിടുക്കൻ. താങ്ക് യു മഞ്ജുനാഥ്. സ്ക്രീനിൽ വന്നിട്ട് നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ പറ്റിയ കാര്യം എന്താണെന്നറിയാം? നല്ലൊരു പുഞ്ചിരി. എത്ര പേര് നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞു? നിങ്ങൾ പറഞ്ഞാ ചിരിപ്പിക്കുന്നത്. നമുക്ക് ഇതിലെ പോവാൻ എന്ത് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും എന്ത് പറഞ്ഞു? പോട്ടെ. നിങ്ങൾ നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എനിക്ക് നിങ്ങൾ വരുമ്പോ ചിരിക്കൂ. രാവിലെ വരുമ്പോ കസ്റ്റമറിനോട് പറഞ്ഞു പഠിപ്പിക്കുക. ഞങ്ങളിങ്ങനെ പറയും, എടാ ഒന്ന് ചിരിക്കടാ. ചിരിക്കൂല. ഈ ചിരിക്കാത്ത മനുഷ്യനെ എങ്ങനെയാ നല്ലൊരു കൂടെ ഉള്ളവരോട് ചിരിക്കടാ, ഒരു ഗുഡ് മോർണിംഗ് പറയില്ല. നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾക്ക് കൂടെ പൊക്കോട്ടെ. രാവിലെ വരുമ്പോൾ ഞാൻ വരുമ്പോഴത്തേക്ക് ഓട്ടോറിക്ഷക്കാരനായിട്ട് ഭയങ്കര അടിയുണ്ടായി. ആ ദേഷ്യത്തോടെയാണ് നിങ്ങൾ വരുന്നത്. അതിവിടെ കാരണമാക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് ചായ തന്നില്ല രാവിലെ, കാര്യമാക്കേണ്ട ആവശ്യമില്ല. ആ ദേഷ്യം വെച്ചിട്ട് നിങ്ങൾ വന്നിരുന്ന കൂടെയുള്ളവരോട് ദേഷ്യം കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ പഴയ കാര്യങ്ങൾ. ജോലിയിൽ അത് കൊണ്ടുവരാണ്ടിരിക്കുക. അതിന് സുരേഷ് ചെയ്യേണ്ട, ലക്ഷോറിയിലെ സുരേഷ് ചെയ്യേണ്ട ഒന്ന് ചിരിക്കണം. സുരേഷ് ഒന്ന് ചിരിച്ചു പഠിക്കുക. അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാ. എവിടാ ഒരു കസ്റ്റമറിനെ കണ്ട അപ്പൊ തോന്നുന്നത് എന്തിനാ ഞാൻ ചിരിക്കുന്നത്? സാറ് പറഞ്ഞിട്ട് പോയി ചിരിക്കാൻ. അയാൾ എന്ത് ഭാവിച്ചു? ഒന്ന് ചിരിക്കൂ, നല്ലതായിട്ടൊന്ന് വെൽക്കം ചെയ്യൂ.
ഓ, ഞാൻ മുഴുവൻ പ്രശ്നമാണ്. 5-ാം തീയതി KSFE ഗോൾഡിന്റെ ലോൺ അടച്ചില്ല. ആ വിഷമത്തോണ്ടിരിക്കുമ്പോഴാണ് സാറ് പറഞ്ഞു ചിരിക്കണം. ഒരിക്കലും ചിന്തിക്കില്ല ആ ചിരിയിലൂടെ നല്ലൊരു കസ്റ്റമറിനെ ആക്കാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ അയാൾ റിപ്പീറ്റഡ് ബിസിനസ് തന്റെ ഹോട്ടൽ രക്ഷപ്പെടുവോ. പോസിറ്റീവ് പീപ്പിൾ മറ്റുള്ളവരുടെ ആ വിഷമങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കും. നെഗറ്റീവ് പീപ്പിൾ എല്ലാത്തിനെയും ഈ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും, ചൂട്ട് കൂട്ടി കൂട്ടി വേവിച്ചുകൊണ്ടിരിക്കും. ഈ ഹോട്ടലോ പന്ന ഹോട്ടല്, മാനേജറോ പന്ന ഹോട്ടൽ, ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. നമ്മളെ കൂടെ നെഗറ്റീവ് അടിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരെ കേൾക്കാതിരിക്കാൻ നല്ലത്. നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി സ്ഥലം നല്ലതാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിച്ചേ പറ്റൂ. ഒന്നും ശരിയല്ല. ഒന്നും ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ശരിയാക്കാനായിട്ട് അത് ചിന്തിക്കൂലേ. മാനേജർമാരെ കൂടെയുള്ളവരെ കുറ്റം പറയാൻ നിങ്ങൾക്ക് ഈസി. ഒരു ഹോപ്പും കൊടുക്കൂല. അങ്ങനെയാണ് നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവർ. എല്ലാത്തിനും പെസിമിസ്റ്റിക് ആണ്. പക്ഷെ നിങ്ങളെ കൊണ്ടാവുന്ന ചെയ്ത രീതിയിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കഥയും കൂടെ, വലിയ വാൾഡ്രോഫ് ഹിസ്റ്റോറി എന്ന ഹോട്ടൽ ഗ്രൂപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. പെട്ടെന്ന് ഓർമ്മ വെച്ച് പറയണം. അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ്, എനിക്ക് നഷ്ടമാണ്. ആക്ച്വലി വർഷം മുമ്പ് അമേരിക്കയിൽ ഒരു ഭയങ്കര തണുപ്പുള്ള സമയത്തുണ്ടല്ലോ, തണുപ്പുള്ള സമയത്ത് 2 പ്രായമുള്ളവർ ഒരു സ്ഥലത്ത് വരുന്നു. ഒരു ചെറിയ ഒറ്റ റൂം, ഒരു 4-5 റൂമുള്ള. ഇപ്പൊ ഹൈവേയിലൊക്കെ ഉള്ള പോലെ അമേരിക്കയിൽ അതൊക്കെ വലിയ ഇതാണ്. ഒരു മോട്ടൽസ് എന്ന് പറയാം നമുക്ക്, ഹൈവേ മോട്ടൽസ്. നല്ല തണുപ്പുള്ള സമയമാണ്, വാട്ടർ ഇറ്റ് ഈസ്. അപ്പോൾ 2 വയസ്സായവർ അവിടെ വരുന്നു. അപ്പം റൂംസ് ഒന്നും ആ സമയ പ്രദേശത്തൊന്നും ഇല്ല. ഇവര് പോകുന്നപ്പോ എല്ലാം ഫുള്ളാണ്. അപ്പൊ അവിടെ ഇരുന്ന റിസപ്ഷനിസ്റ്റ് ഇവനോട് വന്ന് ചോദിക്കുന്നു, നിങ്ങൾക്ക് റൂം ഉണ്ടോ? ഇല്ല സാർ, റൂം ഇല്ല, ഞങ്ങൾക്ക് ഇവിടെ റൂമൊന്നും ഇല്ല. അപ്പം പക്ഷെ ഇയാള് ഒന്ന് അപ്പൊ ഇവര് ചോദിക്കുന്നത് എന്തെങ്കിലും അടുത്ത റൂം കുറെ കിലോമീറ്ററിന് താണ്ടിയാണ് ഉള്ളത്. അപ്പൊ അതുവരെ പോയി ഓൾമോസ്റ്റ് ലേറ്റ് നൈറ്റ് ആയി. ഇപ്പം നോ പറഞ്ഞു. പക്ഷെ അകത്ത് എന്ന റിസപ്ഷനിസ്റ്റ് ഒന്ന് ആലോചിക്കുകയാണ്, ഈ പ്രായമുള്ള ആൾക്കാര്. സാർ, ഞാനൊരു ചെറിയൊരു സജഷൻ പറയട്ടെ. ഇവിടെ ഒരു റൂമും കൂടെ ഉണ്ട്, എന്റെ റൂമാണ്. എനിക്ക് എന്റെ അതോറിറ്റീസ് തന്നേക്കുന്ന, ഹോട്ടലുകാർ തന്നേക്കുന്ന എന്റെ റൂം. സ്ഥലപരിമിതികളുണ്ട്, മറ്റു റൂമുകാർ വലിയ ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷെ 2 പേർക്ക് ഞാൻ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന റൂമാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഹസ്ബൻഡും വൈഫും അതിനകത്ത് കിടക്കാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. ഞാൻ കുഴപ്പമില്ല, ഞാൻ ഡ്യൂട്ടിയിൽ ഞാൻ ഇവിടെ ചെറിയൊരു റിസപ്ഷൻ്റെ അടുത്തൊരു കൗച്ചുണ്ട്, ഞാൻ കിടന്നോളാം. സാറിന് അത് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. സാറിന് എന്തെങ്കിലും ഇഷ്ടമുള്ള, അല്ലെങ്കിൽ വിൽക്കാൻ വെച്ച റൂമല്ല, ഇങ്ങനെ അത്യാവശ്യം ഇത്രയും ദൂരത്ത് പോകുന്ന പ്രശ്നമുള്ളതുകൊണ്ട് സാറിന് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഞാനത് മാനവിനോട് തന്നാലും കൊള്ളാം, തന്നില്ലെങ്കിൽ കൊള്ളാം, ഞാനൊരു സഹായം ചെയ്യുന്നതോടും പറയാം. ഇവര് കസ്റ്റമേഴ്സ് വെളിയിൽ ഇറങ്ങുന്നു, ഒന്നുകൂടെ ആലോചിക്കും, തിരിച്ചു വരുന്നു, ആ റൂം എടുക്കുന്നു, സ്റ്റേ ചെയ്ത് പോകുന്നു. എൻഡ് ഓഫ് ദ സ്റ്റോറി. നെക്സ്റ്റ് ഡേ മോർണിംഗ് താങ്ക് യു ഒക്കെ പറയുന്നു. ഇവർ ഇതുപോലെ കുറച്ച് പൈസയൊക്കെ കൊടുക്കുന്നു, പോകുന്നു. ഇയാളും ഹാപ്പി. നല്ല ഓണസ്റ്റി ആയിട്ടുള്ള റിസപ്ഷനിസ്റ്റ് ആണ്. കാരണം ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് സ്വന്തം കാശ് നിനക്ക് ആരും അറിയണില്ലല്ലോ എന്ന് വെച്ചാൽ കാശ് മേടിക്കുന്ന റിസപ്ഷനിസ്റ്റ് ആയിരിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഈ റിസപ്ഷനിസ്റ്റ് അങ്ങനെയൊന്നുമില്ല. മേടിച്ച കാശ് മാനേജറിനൊക്കെ കൊടുത്തു. ഓക്കെ, എത്രയാണ് കൃത്യമായിട്ട് കണക്കൊക്കെ എഴുതി വെച്ചു. ഇതെല്ലാം കഴിഞ്ഞ് പോയി. വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിന് ഒരു ടെലിഗ്രാം വരികയാണ്. അന്നത്തെ കാലത്ത് ടെലിഗ്രാം വരികയാണ്, പ്ലീസ് കം ടു ദിസ്. ഇതിന് ടിക്കറ്റും ഉണ്ട്, നിങ്ങൾക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണ്, നിങ്ങൾ ഡെഫിനറ്റ്ലി വരണം, നിങ്ങൾ എന്നെ ഒന്ന് കാണണം, നിങ്ങളെ എന്താ പറയുക. ഇയാളെ മാനേജറിനോട് ചോദിച്ചു, ഓക്കെടാ, നീ ഇപ്പോ ഇതൊക്കെ ന്യൂയോർക്കിലല്ലേ, നീ ഒന്ന് പോയി കണ്ട് സംസാരിച്ചിട്ട് വാ, നിനക്കൊരു ടിക്കറ്റ് ഒക്കെ തന്നെ. അന്നത്തെ കാലത്ത് ഈ നമ്മുടെ കൂട്ടല്ലേ ഇവിടുത്തെ ഡൽഹിക്ക് പോകണം. ഞാൻ ഡൽഹി കണ്ടിട്ടില്ല, ഇങ്ങനെ ഡൽഹി കാണാത്ത പലരും കാണും. ഇപ്പൊ ഡൽഹിയിലേക്ക് ഒരു ഇന്റർവ്യൂവിന് വന്നു കഴിഞ്ഞാൽ ഞാനല്ല നിങ്ങളാണെങ്കിൽ ഇപ്പോൾ ടിക്കറ്റ് ഒക്കെ സ്പോൺസർ ചെയ്ത് ഹോട്ടലൊക്കെ സ്പോൺസർ എന്താ പോയാല് അല്ലേ. ഇപ്പൊ എന്നെ നാളെ നിങ്ങൾ ഫുഡ് ബ്ലോഗിങ്ങിന് വിളിക്കുകയാണ്, സാറേ കാസർഗോഡ് അല്ലെങ്കിൽ കണ്ണൂർ അല്ലെങ്കിൽ വയനാട് നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ട്, സാർ ഒന്ന് കവർ ചെയ്ത് തരുമെന്ന് വെച്ചാൽ എനിക്കെന്താ വന്നാല് സുൽത്താൻ ബത്തേരിയിലുള്ള നല്ല സ്ഥലം, വയനാട്ടിലുള്ള സ്ഥലം വന്ന് എടുത്താൽ എന്താ കുഴപ്പം. ഞാനും അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. ഇദ്ദേഹം പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് വലിയ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെയാണ് അവിടെ. ചെന്ന് കഴിഞ്ഞിട്ട് പുള്ളി ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു, 2 ഇന്റർവ്യൂ കഴിഞ്ഞു. കൂടുതൽ ചോദ്യങ്ങളില്ല, എങ്ങനെ വേറെ കുറച്ച് നിങ്ങളുടെ സാലറി എത്ര, മറ്റേ നിങ്ങൾക്ക് എന്ന് ജോയിൻ ചെയ്യാൻ. ഇയാളെ വെച്ച് എന്തോ കാണുക. അവസാനം ചെല്ലുന്ന ആളെന്താണെന്നറിയാം, കാണുന്ന വ്യക്തി അന്ന് കണ്ട വയസ്സായ ആൾക്കാരുടെ മുമ്പിലാണ് ഇയാൾ ചെല്ലുന്നത്. അയാൾ അന്ന് കേറ്റർ ചെയ്ത ആളെന്ന് പറഞ്ഞാൽ അന്നത്തെ സ്റ്റീൽ ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും വലിയ ബിസിനസ് ടൈക്കൂണിയാണ്. അയാൾക്ക് ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി തുടങ്ങണമെന്നേ ആഗ്രഹമില്ല. പക്ഷെ ഈ ഒരു ചെറുപ്പക്കാരൻ, ആ റിസപ്ഷനിസ്റ്റ് ഇവരോട് ചെയ്ത ആ ഒരു ഹോസ്പിറ്റാലിറ്റിയുടെ ആഴം മനസ്സിലാക്കി ഇയാൾക്ക് വേണ്ടി അയാൾ ഹോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യണം. അന്നത്തെ ഏറ്റവും വലിയൊരു 5 സ്റ്റാർ ഹോട്ടലായിട്ട് അയാൾ ന്യൂയോർക്ക് സിറ്റിയിൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്ത് അതിന്റെ ജനറൽ മാനേജറായിട്ട് ഇയാൾ റിക്രൂട്ട് ചെയ്തു. ഈ ജനറൽ മാനേജർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വെറും 10ാം ക്ലാസ്സും ക്രിസ്ത്യാണ്. അയാൾ വലിയ പഠിത്തവും കാര്യങ്ങളൊന്നുമില്ല.
നടന്ന സംഭവമാണ്. അങ്ങനെയാണ് വാൾഡ്രോപ്പ് ആസ്റ്റോറിയ എന്ന ഹോട്ടല് തുടക്കം എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ആ ജനറൽ മാനേജർ പിന്നെ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് മറ്റു കാര്യങ്ങളാണ്. സോ ഓപ്പർച്യൂണിറ്റീസ്, നമ്മളൊരു ഹോസ്പിറ്റാലിറ്റി മനസ്സോടെ, നല്ല ആറ്റിറ്റ്യൂഡോടെ നമ്മളൊരു പ്രോബ്ലം ഒരാൾക്ക് സോൾവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ച് ചെയ്യുന്നത്. എന്തിനാണ് നിങ്ങളുടെ അടുത്തൊരു നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരു കസ്റ്റമർ, അല്ലെങ്കിൽ നിങ്ങളോട് എന്തിനാണ് ഒരാൾ ഇവിടെ വന്ന് നിങ്ങളോട് ഒന്ന് താമസിക്കുന്നത്? നിങ്ങളാണെന്ന് ചിന്തിക്കുക. നിങ്ങൾ ബാംഗ്ലൂരിൽ പോകുമ്പോൾ നിങ്ങൾ ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന എന്താണ്? നല്ല ഹൈജീൻ ആയിട്ടുള്ള സ്ഥലം, നല്ല സേഫ്റ്റി ആയിട്ടുള്ള. ഞാൻ അതുകൊണ്ടാണ് മൃഗങ്ങളുടെ സ്വഭാവങ്ങളൊക്കെ ചോദിച്ചത്. കെയറിങ്, സേഫ്റ്റി, ഇതൊക്കെ വന്നു. നിങ്ങൾ തന്നെ പറഞ്ഞ വാക്ക്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിക്കുന്നുണ്ടോ? നിങ്ങൾ അതർ സൈഡേ ചിന്തിക്കുകയുള്ളൂ. ഞാൻ റിസപ്ഷനിസ്റ്റ്, നിങ്ങൾ എപ്പോഴും സാറേ, ഞാനും ഒരാൾ എന്നോട് തർക്കിക്കാൻ പറഞ്ഞ നെഗറ്റീവ് ആയിട്ടുള്ളൂ. ഞാൻ അതിന് യാത്ര ചെയ്തിട്ടുള്ള, ഇനി യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരാൾ ഉടക്കി പറഞ്ഞതാ. അങ്ങനെയുള്ളവരെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ വീട്. അപ്പം ട്രാവൽ ചെയ്യുന്ന ഒരാളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുമ്പോഴാണ് നല്ലൊരു ആറ്റിറ്റ്യൂഡ്. അതാണ് ഞാൻ പറഞ്ഞത്. പോസിറ്റീവ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് അതർ വറീസ് ആൻഡ് പെയിൻസ്. നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരു ട്രാവലറിന്റെ വിഷമങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, അദ്ദേഹത്തിനോട് നിന്ന് ചിന്തി പ്രവർത്തിക്കുമ്പോൾ, നിങ്ങൾ ഓരോരുത്തരും, ഒരാൾ മാത്രം, സുരേഷ് അല്ലെങ്കിൽ കിരൺ സാറ് അല്ലെങ്കിൽ അബ്ദുൽ മാത്രം വിചാരിച്ച കാര്യം നടക്കൂല. ഈ ക്ലാസ്സുകൾ നിങ്ങൾ എടുക്കുന്നു, നിങ്ങളുടെ സ്റ്റാഫിനെ എടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നു. ഓരോരുത്തരും വന്നിരിക്കണം. ഒരു ഫ്രീലാൻസ് ആയിട്ട് ഞാൻ നടക്കുകയാണ്. ഇത് നന്നാലേ ഇൻഡസ്ട്രി നന്നാവുള്ളൂ. എന്നാലേ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് അറിയപ്പെടുന്ന സാലറീസ് കിട്ടുള്ളൂ. ഇതിനൊരു വില ഉണ്ടാക്കുള്ളൂ. ഓണേഴ്സും മനസ്സിലാക്കണം, ദിസ് ഈസ് നോട്ട് എൻ ഈസി ജോബ്, ദിസ് ഇസ് എ ടഫ് ജോബ്. Getting people is the most difficult thing. എന്താണ് ഇതിന്റെ റൂട്ട് കോസ്? Because we don't have the right attitude to work in the industry. People think that it's easily done job. No, sorry. Whoever listens to me, it is not an easy job. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ കൂടുതൽ പൈസ ഡിമാൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. എങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പൈസ മുടക്കും? നിങ്ങളെ ഞാൻ ഇന്ന് എടുത്തു 10,000, 15,000, 20,000 രൂപയ്ക്ക് ഇന്ന് എടുത്തു. അടുത്ത 2-3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി ആണ്. നിങ്ങൾ എന്നെ വിട്ടിട്ട് പോവാണ്. നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത പൈസ, പണം എല്ലാമായിട്ട് അടുത്തതിലേക്ക് പോവാണ്. അയാൾ നിവൃത്തികേടാണ്. അയാൾ നിങ്ങളെ എടുക്കും. അയാൾക്ക് 25,000 രൂപ കൂടുതൽ തരും. ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കും. അപ്പോൾ മാനേജ്മെന്റ് വരും ഭയങ്കര റിസർവ്ഡ് ആണ്. ഇതൊരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണ രണ്ട് സൈഡും ശരിയാണോ കേട്ടോ? ഒരു സൈഡല്ല. നല്ല HR പ്രാക്ടീസസ് വരണം, നല്ല വർക്കിംഗ് കണ്ടീഷൻസ് വരണം, നല്ല സ്റ്റാഫിംഗ് പാറ്റേൺ വരണം. ഇതൊക്കെ പലരും ആക്സിഡന്റലി എല്ലാവരും വിചാരിക്കുന്ന ഹോട്ടൽ ഇൻഡസ്ട്രി പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, അല്ലെങ്കിൽ വേറെ രീതിയിൽ എന്തെങ്കിലും ഒബ്ജക്റ്റീവ് ഉണ്ടാവരുത്. എന്തുകൊണ്ട് ഇത് കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് ഫീഡ് ഔട്ട് ആയി. ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതല്ല. Everybody has to change their attitude if you want to win back the customer. അതിന് വേണ്ടത് നമുക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾ ചെയ്യാൻ. എണ്ണാർക്കണ്ണന് തന്നെ ചെയ്യാൻ പറ്റുന്നു, എണ്ണാർക്കണ്ണൻ ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഇതായിട്ട് വരും. സോ ബേസിക്കലി വാട്ട് യു തിങ്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? കിരൺ, നമുക്കൊരു 1/2 മണിക്കൂർ കൂടെ പോകാൻ സമയമുണ്ടോ? കേൾക്കില്ല? ഉണ്ട്. 9:45 ആകുമ്പോ തീരൂല. ഒരു ഇച്ചിരി ഇവര് നല്ല ക്രൗഡ് ആയതുകൊണ്ട് ഇവര് ഒരു 10 മണിക്ക് തീർക്കാം. ഓക്കെ ആണ്? ഐ ആം ഓക്കെ. 10 മണി വരെ. അപ്പൊ ഓക്കെ ഫൈൻ, ഞാൻ മാക്സിമം പെട്ടെന്ന് തീർക്കാം. ഓക്കെ. അപ്പൊ സി യു ഹാവ് ടു റിമെമ്പർ, നമ്മുടെ തോട്ട് പ്രോസസ് ആണ് ഇതിന്റെ ഒക്കെ പ്രശ്നം. നല്ല തോട്ട് നല്ലതാണെങ്കിൽ നമ്മുടെ വാക്കുകൾ നന്നാവും. നല്ല വാക്കുകൾ നന്നാണെങ്കിൽ നമ്മുടെ ആക്ഷൻസ് നല്ലതാവും. നല്ല ആക്ഷൻസ് നല്ലതാണെങ്കിൽ നമ്മളത് ബിഹേവിയർ പ്രതിഫലിപ്പിക്കും. ആ ബിഹേവിയർ പ്രതിഫലിക്കുമെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നല്ലതെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനി. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോറി ഇത് തന്നെയാണ്. നമ്മുടെ തോട്ട് പ്രോസസ്, ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന തോട്ട് പ്രോസസ്, അത് നമ്മുടെ വാക്കുകളിൽ വന്നു, നമ്മുടെ ആക്ഷനിലേക്ക് വന്നു, നമ്മുടെ ബിഹേവിയറിലേക്ക് വന്നു, നമ്മുടെ ആറ്റിറ്റ്യൂഡിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ ഡെസ്റ്റിനി. വെറും റിസപ്ഷനിസ്റ്റ് അയാള് വലിയൊരു ടോപ്പ് കമ്പനിയുടെ VP, വൈസ് പ്രസിഡന്റ് ആയിട്ട് വരും. 50% സാലറി ഹൈക്കോടെ. നമുക്ക് ഉയരണം എന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സ് വരുമ്പോൾ അതിനുള്ള നമ്മൾ പ്രവർത്തിച്ചോണം. നമ്മളിരിക്കുന്ന ഇരിപ്പിടങ്ങൾ നമ്മൾ നന്നാക്കുമ്പോൾ നമ്മൾ ആ ഇരിപ്പിടത്തിലൂടെ നമ്മുടെ ഉയർച്ച ആരംഭിക്കുന്നു. ഓൾറൈറ്റ്. സോ എന്താണ് ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒബ്വിയസ്ലി ക്വാളിറ്റി സർവീസ് കൊടുക്കാൻ പറ്റും നമുക്ക്. അതാണ് ഏറ്റവും. അങ്ങനെ ക്വാളിറ്റി സർവീസ് കൊടുത്താൽ മാത്രമേ കസ്റ്റമറിന് വരാൻ പറ്റുള്ളൂ. നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ തുടങ്ങും നല്ല ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ. നല്ല ഹൈ സ്റ്റാൻഡേർഡ്സ് സർവീസ് കൊടുക്കാൻ പറ്റും. നമുക്ക് നല്ല നല്ല സ്റ്റാഫിനെ കിട്ടാൻ പറ്റും. സ്റ്റാഫിനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇമേജും നമ്മുടെ ഓർഗനൈസേഷൻ ഇമേജും നമ്മുടെ ടൂറിസം മേഖലയിൽ ഇമേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ട്. ഇനിയിപ്പം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ കൊണ്ട് വേറൊരു ഗുണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കോൺഫ്ലിക്ട്സ് ആണ് ഏതൊരു ഇൻഡസ്ട്രിയിലും. അത് മാറണമെന്ന് നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ കൂട്ടാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. ഞാൻ ഒരു ജോലിയും കുറച്ച് കാണുന്നില്ല.
ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്റെ ജോലി കുറഞ്ഞു, മാനേജറിന്റെ ജോലി നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബോസസിന്റെ ജോലി നിങ്ങൾ കുറച്ച് കാണാതിരിക്കുന്നത് റെസ്പെക്ട് ഉണ്ട്. ഓക്കെ, നിങ്ങളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ട്. കളക്ട് ആയിട്ട് എല്ലാവരും തിങ്ക് ചെയ്യാൻ വരും, ടീം വർക്കിംഗ് വരും. നിങ്ങളുടെ സാലറികൾ കൂട്ടാനുള്ള മാനദണ്ഡവും നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാനേജർമാരാകാൻ പറ്റും. നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് അച്ചീവ്മെന്റ്, ഇന്ന് ഇത്രയും ചെയ്തു, നാളെ എനിക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. ഹാപ്പി എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. രാവിലെ പലപ്പോഴും ഞാൻ കാണുന്ന സാറേ എനിക്ക് ഹോട്ടലിൽ പോകാൻ ഇഷ്ടമല്ല, എനിക്ക് XY, ആ പെണ്ണുമ്പിള്ളെ കണ്ടാൽ തന്നെ അവർ ഭയങ്കര പാരയാണ്. അവരെന്നെ കുറിച്ച് മോശമായിട്ട് ചെന്ന് MD എടുത്തെന്ന് പറഞ്ഞു. MD അതുകൊണ്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പിന്നെ നിവൃത്തിയുണ്ട് ഞാൻ സാറേ, കണ്ട് പിള്ളേരെ വളർത്തണ്ടേ സാറേ. അപ്പം ഇത് എവിടെ തുടങ്ങുന്നു നമ്മൾ ആലോചിച്ചു. എന്നിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ലേഡിയായിട്ടുള്ള പ്രശ്നം ഞാൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ MD ആയിട്ട്, അപ്പൊ MD അവിടെ ഇടപെടണം. എന്താണ് പ്രശ്നം? നമ്മുടെ ജോബ് സെക്യൂരിറ്റിയോട് കൂടും. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കൊരു എക്സസൈസ് തരാൻ പോവുകയാണ്. ഇതിപ്പോ നമുക്ക് ബാക്കി പിന്നെ എടുക്കാം. എന്തായിരിക്കും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ? ഇതൊരു ആക്ടിവേറ്റ് ചെയ്തിട്ട് തരാൻ പറഞ്ഞ വിഷയമാണ്. എന്താണ് നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്? ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എല്ലാവരും പറയുന്നത്, സാറും പറയും ആറ്റിറ്റ്യൂഡ്. അപ്പൊ നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നിങ്ങൾ ഓൾവേസ് പ്രിപ്പയർഡ് ആയിരിക്കണം. ഇതൊരു ക്ലാസ് വരുന്നു, നിങ്ങൾക്ക് നോട്ട്സ് എടുക്കാനുള്ള ഒരു ബുക്കും പേപ്പറും വേണം. നിങ്ങളൊരു ജോലിക്ക് പ്രിപ്പയർ ചെയ്ത് പോകുന്നു. രാവിലെ ചെന്നിട്ടല്ല അന്നത്തെ അറൈവൽ ലിസ്റ്റ് നോക്കേണ്ടത്. തലേന്ന് അറൈവൽ ലിസ്റ്റ് നോക്കി അതിന്റെ പ്രിപ്പറേഷൻ നോക്കണം. വണ്ടി അയക്കണോ, എയർപോർട്ടിൽ അയക്കണോ, രാവിലെ എന്നിട്ടല്ല നിങ്ങൾ ഒരു ടാക്സി അയച്ചില്ല എന്ന് വെപ്രാളം കാണിക്കേണ്ടത്. നിങ്ങളുടെ ടാസ്കും റെസ്പോൺസിബിലിറ്റി ഹാൻഡിൽ ചെയ്യാൻ ലാസ്റ്റ് മിനിറ്റ് ആണ്. എത്ര പ്രിപ്പയർ ചെയ്താലും ലാസ്റ്റ് മിനിറ്റ് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ. അതിനെല്ലാം ഒരു മാനസികമായിട്ടൊരു പ്രിപ്പറേഷൻ ഉണ്ടാവണം. നമ്മൾ നേരത്തെ ചെയ്യാൻ പറ്റുന്ന ജോലി പ്രിപ്പയർ. ഇന്നൊരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിന് ഞാൻ ഒരു 10 മണിക്ക് റിപ്പോർട്ട് ചെയ്യുള്ളൂ, 9:30 വരാൻ പറ്റില്ലെങ്കിൽ ആ അരമണിക്കൂർ ഹാൻഡിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് വേണം ക്ലാസ്സിൽ വന്നിരിക്കാൻ. ദാറ്റ് ഈസ് ദ പ്രിപ്പറേഷൻ. പിന്നെ ഫ്ലെക്സിബിൾ. വി ആർ ഡീലിംഗ് വിത്ത് ഹ്യൂമൻ ബീങ്സ്. ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കും. ഇന്ന് ഞാൻ ഈ ക്ലാസ് എടുത്തു, ഓൺലൈൻ ചിലപ്പോൾ പെട്ടെന്ന് തകരാറായി. സോ വി ഷുഡ് ബി ഫ്ലെക്സിബിൾ. അങ്ങനെ വരല്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഫ്ലെക്സിബിൾ, അഡാപ്റ്റിംഗ് ടു സിറ്റുവേഷൻസ്, നീഡ്സ്, പ്രിഫറൻസ്. ഗസ്റ്റ് ബുക്ക് ചെയ്തതൊരു സീസൈഡ് വില്ലയാണ്. പക്ഷെ അദ്ദേഹത്തിന് സീസൈഡ് ചെയ്യുന്നപ്പോഴത്തേക്ക് ഒരു ഭയങ്കര ഒച്ച, കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. അയാളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും? സിറ്റുവേഷൻസ് മനസ്സിലാക്കി പെരുമാറുക. നിങ്ങളുടെ കോവർക്കേഴ്സ്, ബി ഫ്ലെക്സിബിൾ. ബി പ്രിപ്പറേഷൻ ഈസ് വെരി ബി ഫ്ലെക്സിബിൾ. ഞാൻ പിടിച്ച കൊമ്പ് മുയൽ 3 കൊമ്പെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ഫ്ലെക്സിബിലിറ്റി, കസ്റ്റമറിനോടായാലും ശരി, നിങ്ങളുടെ കൂട്ടായ ആൾക്കാരോടായാലും ശരി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റബിൾ ആയിരിക്കണം. 3ാമത്തെ സ്ട്രാറ്റജിയാണ് ട്രീറ്റിംഗ് എ ഗസ്റ്റ് വിത്ത് റെസ്പെക്ട്. പൈസ ഉള്ളവരും ശരി, പൈസ ഇല്ലാത്തവരും ശരി, പഠിപ്പുള്ളവരും ശരി, പഠിപ്പില്ലാത്തവരും ശരി. നിങ്ങളുടെ മാനേജേഴ്സിനെ കേർട്ടിസി, കൈൻഡ്നസ്, പ്രൊഫഷണലിസം. ഈ പ്രൊഫഷണലിസം അടുത്ത ദിവസം ഞാൻ കിരണിനോട് റിക്വസ്റ്റ് ചെയ്യാം, എനിക്ക് ഒരു ക്ലാസ് കൊണ്ട് തരാം. കിരൺ കേൾക്കുന്നുണ്ടോ? പ്രൊഫഷണലിനെ കുറിച്ച് എനിക്കൊരു ക്ലാസ് തരണം പ്രവീൺ, എപ്പോഴെങ്കിലും. കിരൺ പോയെന്നും. ഓക്കെ, സോ വിൽ സ്റ്റോപ്പ് എന്ന് പറയുന്നില്ല. വെരി ഗ്രേറ്റ്ഫുൾ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനങ്ങള് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഒരാൾ നല്ല ജോബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ചിലപ്പോൾ മാനേജ്മെന്റ് അത് കാണാൻ വൈകും. എന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ നല്ലൊരു ജോബ് നല്ലതായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം, നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ഇതായിട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇന്നൊരു ജോലി ഉണ്ടെന്നുള്ളൊരു താങ്ക്ഫുൾ മൈൻഡോട് നിങ്ങൾ ജോലിക്ക് പോകണം. ആ ജോലി ഇഷ്ടപ്പെടണം. ജോലി ഇഷ്ടപ്പെടുന്ന ചെയ്യുമ്പോൾ ഒരു ജോലി ഇല്ലാതാവും. നമ്മൾ ജോലിയല്ലേ ചെയ്യുന്നത്, കേട്ടോ? അപ്പൊ ബി ഗ്രേറ്റ്ഫുൾ. അപ്പം അടുത്ത ഒന്നും കൂടെ പറയാം. 5ാമത്തെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഓപ്റ്റിമിസ്റ്റിക് ആണ്. നമ്മുടെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ഹോപ്പ്ഫുൾ ആയിരിക്കണം. ഇന്നത്തെ കാലം മാറും. നെഗറ്റീവ് തോട്ട്സ് ഒക്കെ മാറ്റി കളഞ്ഞിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. എനിക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. ഞാൻ അബദ്ധവശാൽ ഇൻഡസ്ട്രി വന്നാൽ, പക്ഷെ അബദ്ധവശാലല്ല, ഇതിനകത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്റെ കരിയർ എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റും. എന്റെ മിസ്റ്റേക്കിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റും. സോ ഏറ്റവും വലിയ ഇതിനകത്ത് ഞാൻ പറഞ്ഞത്, ഓപ്റ്റിമിസ്റ്റിക് ആകുമ്പോൾ അവോയ്ഡ് ഗോസിപ്പ് ആൻഡ് കോൺഫ്ലിക്ട്സ്. ലാസ്റ്റ്, യു ഹാവ് ടു ബി പാഷനേറ്റ്. നിങ്ങൾ ഏതൊക്കെ മേഖലയിൽ, ഞാൻ പഠിച്ചപ്പോൾ MCOM ആണ് പഠിച്ചത് സാറേ, പക്ഷെ എനിക്ക് ഇൻഡസ്ട്രിയെ ഏറ്റവും താല്പര്യമില്ല. പോട്ടെ, നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം. ഇന്ന് എന്റെ ക്ലാസ് കേൾക്കണമെന്നാണ് ജസ്റ്റ്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ക്ലാസ് കേട്ട് ഞാൻ എത്രത്തോളം മനോഹരമാക്കും എന്ന് ചിന്തിക്കുക. അതിന് പാഷനേറ്റ് വേണം. നിങ്ങൾ ജെന്യൂൻ ഇൻട്രസ്റ്റ് കാണിക്കണം. ആ ജോലി എൻജോയ് ചെയ്യണം. ഓക്കെ, മെമ്മറബിൾ ആയിട്ടും സാറ്റിസ്ഫൈങ് എക്സ്പീരിയൻസ്. ഇപ്പൊ നമുക്ക് മെമ്മറബിൾ ആവുന്ന നമ്മുടെ ഹോട്ടലിൽ മനോജ് കെ ജയൻ വരുമ്പോൾ മാത്രമാവരുത്. മനോജ് കെ ജയൻ ഒരു ഫോട്ടോ ആവുന്ന മാത്രമാവരുത്. നിങ്ങൾക്ക് ഓരോ ഗസ്റ്റും മനോജ് കെനോ, ലാലേട്ടനോ, മമ്മൂക്ക ആക്കാം. ഓക്കെ, അവർ നിങ്ങളോട് ചോദിച്ചു വരണം.
അവർ നിങ്ങളുടെ ജോലിയിൽ എങ്ങനെ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരിക എന്നുള്ളതായിരിക്കണം. പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് വരുള്ളൂ, നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി വരുള്ളൂ, നിങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി വരുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ മാനേജ്മെന്റായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് നല്ല കൊളീഗ്സിനോട് നല്ലതായിട്ട് ബന്ധം കാത്തു. അതിനെല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡാണ്. ഓൾറൈറ്റ്, സോ സ്ട്രാറ്റജി ഞാൻ എത്രയും പറഞ്ഞത് ഒന്നും കൂടെ പറയാം, എല്ലാവരും ഒന്ന് ഓർത്തിരിക്കും. ബി പ്രിപ്പയർഡ്, എല്ലാത്തിനും പ്രിപ്പയർ ചെയ്യാം നിങ്ങൾക്ക് സ്ട്രാറ്റജി. ബി ഫ്ലെക്സിബിൾ, എല്ലാവരും ഒന്ന് എഴുതിയെടുക്കാവോ? അബ്ദുൾ സാറേ, അബ്ദുൾ ബഷീർ, സുരേഷ് സാർ എല്ലാവരും ഉള്ളു പോകാൻ. എല്ലാവരും ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോവാണ്. ഞാൻ ഒരു 4 മണിക്കൂറിന്റെ ക്ലാസ് ആണ് പടയെന്ന് അടിച്ചു തീർക്കുന്നത് കേട്ടോ. Alright, be prepared, be flexible, be respectful, be grateful, be optimistic, be passionate. Okay? Alright, അത് കിരൺ പറഞ്ഞ പോലെ ഞാൻ പറയാലോ. Be prepared. എന്തിനും ഇവാൻച്വാലിറ്റി നമ്മൾ പ്രിപ്പയർ, പോസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ പ്രിപ്പറേഷൻ കൂടുന്നതോറും നമ്മുടെ നെഗറ്റീവ് റിസൾട്ട്സ് കുറയും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചെയ്യുന്ന ജോലി നല്ലതായിട്ട് ചെയ്യണം. നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുവരണം, നല്ലൊരു പ്രിപ്പറേഷൻ കൊണ്ടുവരണം. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഫ്ലെക്സിബിൾ ആക്കണം, നമ്മുടെ ജോലി ഒന്ന് ഫ്ലെക്സിബിൾ ആക്കണം. ജോലി ഫ്ലെക്സിബിൾ ആക്കണം. ഓക്കെ, റെസ്പെക്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് കാണിക്കണം. ഓക്കെ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ക്ഫുൾ ആയിരിക്കും, ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസും പ്രോബ്ലംസ് ഒക്കെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് തന്നെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ കണ്ട് മാനേജ്മെന്റ് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും. ബി ഗ്രേറ്റ്ഫുൾ. ഓക്കെ, പിന്നെ ഒപ്റ്റിമിസ്റ്റിക്, എല്ലാ കാര്യത്തിലും നാളെ നല്ലത് നടക്കുമെന്ന് ചിന്ത. ചലഞ്ചസ് കിരൺ തീർന്നു കേട്ടോ, ഒരു മിനിറ്റ് ഞാൻ തീർക്കാണ്, വൈൻഡപ്പ് ചെയ്യാൻ. അവർക്കും ഭയങ്കര താല്പര്യം, അതുകൊണ്ട് എന്നെയും താല്പര്യപ്പെടുത്തി, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഓക്കെ, ഗ്രോ ആൻഡ് ഗോൾസ്. അപ്പൊ നിങ്ങൾക്ക് ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം. ഓക്കെ, നിങ്ങളുടെ വേർഡ്സ് മിസ്റ്റേക്ക് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കണം. ഓക്കെ, അതിനകത്ത് ഏറ്റവും വലിയ ഞാൻ നിങ്ങൾ ഒരിക്കലും ഗോസിപ്പിന്റെ പുറകെ നടക്കരുത്. ഗോസിപ്പാണ് ഏറ്റവും വലിയ പ്രശ്നം, കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കാൻ. എന്നെ കുറിച്ച് കിരണിനെ കുറിച്ചും പറഞ്ഞ് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനും കിരണ ഇന്നലെ അടി ഉണ്ടാക്കിയത്. അപ്പൊ ഈ ഗോസിപ്പ് ഒന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒപ്റ്റിമിസ്റ്റിക്കിന് ഒന്നും ശരിയാവില്ലടാ. ഇന്നലെ എനിക്ക് കിരണോടുള്ള ദേഷ്യമുണ്ട്, പക്ഷെ കിരണോടുള്ള ദേഷ്യം ഞാൻ സുരേഷിനോട് പറയും. അപ്പൊ ഈ ദാറ്റ്സ് വാട്ട്. അപ്പം കോൺഫ്ലിക്ട്സ് ഉപയോഗിക്കുക, മിസ്റ്റേക്സ് നിങ്ങൾ പഠിക്കുക, കറക്റ്റ് ഗൈഡൻസ് എടുക്കുക. പിന്നെ ഏറ്റവും വലിയ ആവശ്യം, നിങ്ങൾ പാഷനേറ്റ് ആവണം. എനിക്ക് ഇഷ്ടമില്ലാതാണ് ഈ ജോലിക്ക് വന്നെങ്കിലും ചെയ്യുന്ന ജോലി, ഞാൻ എപ്പോഴും ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ ഒരാളെ കൊല്ലാൻ പുറപ്പെടുന്ന വെച്ചോളൂ, കൊല്ലുന്നത് ആ പാഷനോട്, ആത്മാർത്ഥത്തോടെ കൊന്നാൽ മാത്രമേ ചത്തവനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ, കൊന്നവനൊരു സന്തോഷം ഉണ്ടാവും. അതില്ല, പകുതി മനസ്സോടെയാണ് നിങ്ങൾ ചെയ്യണം. അത് പാടില്ല. അതുകൊണ്ട് കേട്ടോണ്ട് നാളെ പോയി ഇത് ഓൺലൈൻ റെക്കോർഡൊക്കെ ചെയ്യുന്നുണ്ട്. കൊല്ലണമെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, കൊല്ലം ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല കേട്ടോ. ഓക്കെ, ആ ഒരു പാഷൻ ഉണ്ടാവണം ഞാൻ പറഞ്ഞു. ഓക്കെ, ഓൾറൈറ്റ്, സോ ദാറ്റ്സ് ഇറ്റ്. ഐ തിങ്ക് നമ്മൾ ഒരുപാട് കാർഡ് കയറിപ്പോ, ഞാൻ വീണ്ടും എടുക്കാം. സോ വാട്ട് ഐ വാണ്ട് ടു, ഇതല്ല, ഇത് നിങ്ങൾ ലോങ് ആണ്. സോ ഐ വാണ്ട്, എന്നെ റീച്ച് ഔട്ട് ചെയ്യുന്ന ഒരു അഡ്രസ് ഒക്കെ ഇതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ ബന്ധപ്പെടണം, എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഓക്കെ, അച്ചായൻ AC ചാറ്റ്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, നിങ്ങൾ അതിനകത്ത് ഫോളോ ചെയ്യുക. എനിക്കൊരു വളരെ നന്ദിയുണ്ട് കിരൺ. താങ്ക് യു വെരി മച്ച് ഫോർ ഗിവിംഗ് മി ദിസ് ഓപ്പർച്യൂണിറ്റി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാറേ നമ്പർ നോട്ട് ചെയ്തേക്കട്ടെ. പിന്നെന്താ, വിത്ത് കിരൺസ് പെർമിഷൻ. നിങ്ങളുടെയൊക്കെ ഹോട്ടൽ, നിങ്ങൾക്കെല്ലാം ബ്ലോഗിങ്ങോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഹോട്ടൽസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക, ഞാനും എന്റെ ഗ്രൂപ്പ് വന്ന് ചെയ്യാം. കേട്ടോ. ഹലോ സാർ, മൈസെൽഫ്, ഞാൻ പിന്നെ വയനാട്ടിൽ വെൽക്കം ചെയ്തു സാറിനെ. എപ്പോഴും വരികയാണെങ്കിൽ ഓക്കെ, പ്ലീസ് കണക്ട് വിത്ത് മീ, ഞങ്ങൾ വരാം. താങ്ക് യു വെരി മച്ച്. ഞങ്ങളുടെ സോ ഐ റിയലി എൻജോയ് ടേക്കിംഗ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള ക്ലാസ്, അഹങ്കാരം പറയണല്ല, പലപ്പോഴും ഇന്ന് ഇങ്ങനെയുള്ള ക്ലാസ് ഞാൻ ഐ ആം ഗ്രേറ്റ്ഫുൾ ടു കിരൺ. ഐ ഷുഡ് ബി വെരി ഹാപ്പി ദാറ്റ് കിരൺ ഈസ് ഡൂയിങ് ദിസ് ഇനിഷ്യേറ്റീവ്. ഓക്കെ, ഇറ്റ്സ് ഫോർ കിരൺ. അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ FKC എന്നുള്ളത് രണ്ടാമത്തെയാണ് എന്റെ കൺസേൺ. എനിക്ക് ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ കിരൺ. സെക്കൻഡ് തിങ് ഈസ് ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ ദ കമ്മ്യൂണിറ്റി. ബേസിക്കലി എനിക്കറിയാം ഇങ്ങനെയുള്ള ഓർഗനൈസേഷനിൽ ട്രെയിനിങ് ഭയങ്കര പ്രശ്നമുള്ളതാണ്. മനസ്സിലായില്ലേ? സോറി ഇഫ് ഐ എം വെരി ബ്ലണ്ട് ഓൺ ഇറ്റ് കിരൺ. അപ്പൊ എന്നിലൂടെ കുറച്ച് പേരെ എനിക്ക് ഇൻഡസ്ട്രിക്ക് തിരിച്ച് നല്ലതായിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ
Obviously, this is my bread and butter. ഇതുകൊണ്ടാണ് ഞാൻ സാർ ജീവിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. ഞാൻ എന്റെ അച്ഛന്റെ ഏറ്റവും നല്ല ക്ലാസ് ആണ്, കാരണം എനിക്ക് ഒത്തിരി പഠിക്കാൻ പറ്റി. ലോട്ട് ഓഫ് താങ്ക്സ്. ഓക്കെ, താങ്ക് യു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ 2 കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള എന്റെ, പക്ഷെ ഈ മാസം കുറച്ച് തിരക്ക് കുറവായിരുന്നു. കിരൺ കറക്റ്റ് സമയത്ത് എന്നെ വിളിച്ചു. അതുകൊണ്ട് താങ്ക് യു വെരി മച്ച് വൺസ് അഗൈൻ. ഐ എൻജോയ്ഡ് ഇറ്റ്. ഐ ലവ് ഡു ദിസ്. ഓക്കെ, താങ്ക് യു എവരിവൺ ഫോർ ജോയിനിങ് ദ ക്ലാസ്. കേട്ടോ, നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം, ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായത് 1-2 അഭിപ്രായം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു മോട്ടിവേഷൻ ആണ്. ഇഷ്ടപ്പെട്ട ക്ലാസ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഒരു അഭിപ്രായങ്ങൾ പറയാണ്ട് നമുക്ക് പറഞ്ഞു. കിരൺ, നമ്മളെ 10 മണിയാകുമ്പോൾ കിരണ് ക്ലോസ് ചെയ്യണം. അതിന് പറഞ്ഞു, എങ്ങനെയുണ്ട് ക്ലാസ്? നന്നായിരുന്നു സാർ, വളരെ നന്നായിരുന്നു. നമ്മുടെ അനുഭവങ്ങൾ സാർ പങ്കുവെച്ചിരുന്നത്. ഓക്കെ, നമ്മൾ ജോലികൾക്കിടയിൽ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും സാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. നമ്മുടെ ഓർമ്മയിലെല്ലാം ഉണ്ട്, എന്നിരുന്നാലും പ്രാക്ടിക്കലായി സാർ പറഞ്ഞതിന് വളരെ നന്ദി. ഓക്കെ, എല്ലാ സുഹൃത്തുക്കളോടും ഒരു കാര്യം കൂടെ റിക്വസ്റ്റ് ഉണ്ട്. ക്ലാസ് കേട്ടിട്ട് ഈ ചെവി കൂടെ കേട്ട് അപ്പുറത്തെ ചെവി കൂടെ നിങ്ങൾ എന്തെങ്കിലും കേട്ട 2-3 കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് പ്രാവർത്തിയാക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം. തീർച്ചയായും അത് ചെയ്യണം. അത് എല്ലാവരും കൂടെ ചേർന്ന് പിടിച്ചാലേ അത് പറ്റുള്ളൂ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ വേറെ ഒന്നുമില്ല. സോ ദിസ് ഈസ് വാട്ട് ഓൾ ഐ ക്യാൻ ഡു. നിങ്ങളെല്ലാം ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. നിങ്ങളും അങ്ങനെ എന്നെ ഓർക്കുക. എല്ലാവർക്കും നന്ദി. ഇപ്പം ഫോർ എക്സാമ്പിൾ കിരണിനും എഫ്എക്കും നന്ദി. കിരൺ മാത്രം വിചാരിച്ച് നടക്കില്ല, അവരും കൂടെ എന്നെ ഇത് തന്നെ. അവരെല്ലാവർക്കും നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. Thank you.